എല്ലാവർക്കും നമസ്കാരം. DRCM വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് ആർസിഎമ്മുകാരെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിനങ്ങളും കടന്നു പോകുന്നത്. അതില് പ്രത്യേകിച്ച് വിശേഷപ്പെട്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസങ്ങൾ. എന്താ കാരണം? സ്റ്റാർ ആൻഡ് അബവ് ലീഡേഴ്സ് മീറ്റിംഗില് ഓപ്പണർ ആൻഡ് അബവ് ഉള്ള ആളുകൾക്ക് കൂടിയും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം ഇവിടെ ലീഡേഴ്സ് ഒരുക്കി തന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. കാരണം സ്റ്റാർ ആയതിനു ശേഷമാണ് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കയറാനുള്ള അനുമതി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഓപ്പണർ ആൻഡ് അബവ് ഉള്ള ആളുകൾക്ക് സ്റ്റാർ ആവാനും അതിന്റെ മുകളിലത്തെ ലെവല് എത്രയും പെട്ടെന്ന് മുന്നേറാനായിട്ട് ഒരു ദിവസം 3 ദിവസം ആഴ്ചയിൽ നടക്കുന്നതിൽ ഒരു ദിവസം ഓപ്പണർ ആൻഡ് അബവ് ലീഡേഴ്സിന് വേണ്ടി ഒരുക്കി തന്ന നമ്മുടെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും, പ്രത്യേകിച്ച് ഡോക്ടർ രാജൻ സാറിന് നമുക്ക് നല്ലൊരു കയ്യടിയും നമുക്ക് അഭിമാനവും നമുക്ക് ആർസിഎമ്മിൽ വിജയിക്കാനുള്ള ഒരു തീവ്രതയും എല്ലാം നമുക്ക് ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റും. അപ്പോ എല്ലാ ഗുരുക്കന്മാരെയും മുൻനിർത്തി അവരോടുള്ള സന്തോഷവും ഈ ഒരു ബിസിനസ്സിൽ വളരാനുള്ള എല്ലാ കാര്യങ്ങളും തന്നുകൊണ്ടിരിക്കുന്ന, അറിവുകൾ പകർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ഗുരുക്കന്മാർക്കും ഞാൻ എൻ്റെ ഈ ഒരു ആർസിഎമ്മിന്റെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഇന്ന് തുടങ്ങട്ടെ. എൻ്റെ പേര് സജീവ് കുമാർ, കൊമ്പടിഞ്ഞാമക്കലാണ് വീട്. 6.5 വർഷക്കാലമായി ആർസിഎമ്മിൽ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. എമറാൾഡ് അച്ചീവറാണ്. ഈ പ്ലാറ്റ്ഫോമില് എന്താണ് ആർസിഎം എന്ന് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം ഓപ്പണർ ആൻഡ് അബവ് ലീഡേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. എന്തുകൊണ്ടാണ് ബിസിനസ് മുന്നോട്ട് പോകാത്തത്? ചിലരുടെ ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, ചിലരുടെ ബിസിനസ് വേണ്ടത്ര രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല. ചിലര് ആർസിഎമ്മിൽ നിന്ന് വിട്ടുപോകുന്നു, ചിലര് ആർസിഎമ്മിൽ നിന്ന് വിട്ടുപോകുന്നില്ല, ആ നിൽക്കുന്ന നിൽപ്പ് തന്നെ നിൽക്കുന്നു. എപ്പോഴും പരാതികളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും കുറ്റം പറച്ചിലുകളും പോരായ്മ പറച്ചിലുകളും, അപ്ലൈൻ ശരിയല്ല, ഡൗൺലൈൻ ശരിയല്ല, ഈ സിസ്റ്റം ശരിയല്ല, കമ്പനി തന്നെ ശരിയല്ല എന്ന് പറയുന്ന ആളുകളും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആരാണ് ശരി? ഏതെങ്കിലും ഒരു ശരി ഉണ്ടാവണ്ടേ? ആരാണ് ശരി? എന്തുകൊണ്ടാണ് നമ്മുടെ ബിസിനസ് വളരാത്തത്? ആ ഒരു വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് ആർസിഎമ്മിന്റെ തവണ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ക്ലാസ് ഒന്നും ആയിരിക്കില്ല. അതൊക്കെ ഇഷ്ടം പോലെ നമ്മുടെ ഡോക്ടർ രാജൻ സാറും ഗിരി സാറും ഒക്കെ നമുക്ക് തരുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു വിഷയം, എന്തുകൊണ്ടാണ് ബിഗിനർ, സ്റ്റാർട്ടർ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഓപ്പണറിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് ഭൂരിഭാഗം ആളുകൾക്ക് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് കയറാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? അവിടെയാണ് നമ്മുടെ ടീമിലെ പല ആളുകളും ബിഗിനർ തുടക്ക മാസങ്ങളിലൊക്കെ വരുന്നുണ്ടാവും, സ്റ്റാർട്ടർ വരുന്നുണ്ടാവും, ഓപ്പണറിലേക്ക് കടക്കുന്നുണ്ടാവും. പക്ഷെ ഓപ്പണർ തൊട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവാനാണ് ബുദ്ധിമുട്ട്. ബിസിനസ് മുന്നോട്ട് കയറുന്നില്ല, അല്ലെങ്കിൽ ബിസിനസ്സിൽ വളർച്ചയില്ല, ഒരു മുരടിപ്പ് വരിക. ഓപ്പണർ മുതലുള്ള ആളുകളാണ് ആർസിഎമ്മിൽ നിശ്ചലമാവുന്നത്. ഓപ്പണറിന്റെ പോലുള്ള ആളുകളാണ് ആർസിഎം ഭൂരിഭാഗം ആളുകൾ തന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്നതിന്റെ കാരണം. അപ്പോൾ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട്. ആർസിഎമ്മിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്. പക്ഷെ ആ പരിഹാരത്തെ നമ്മൾ മനസ്സിലാക്കുകയോ ആ പരിഹാരത്തെ നമ്മൾ കണ്ടെത്തുകയോ ആ പരിഹാരം കാണേണ്ട ആളുകളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയോ ചെയ്യാത്തതാണ് ആ പരിഹാരം നമുക്ക് നിവർത്തിക്കാൻ സാധിക്കാത്തത്. കാരണം പ്രശ്നങ്ങളിൽ പെട്ട് കെടുക്കാണ്. പക്ഷെ അതിനുള്ള പരിഹാരം അന്വേഷിക്കാത്തതും ചോദിക്കാത്തതും മനസ്സിലാക്കാത്തതും ഇനി മനസ്സിലായാൽ തന്നെ പ്രാവർത്തികമാക്കാത്തതാണ് നമ്മുടെ ബിസിനസിന്റെ വളർച്ച ഇല്ലാത്തതിന്റെ കാരണം. ഗ്രേറ്റ് ലീഡർ സ്റ്റാർ എമറാൾഡ് ഗിരി സാറാണ് ഈ ഒരു 7 പോയിന്റ് എനിക്ക് ആർസിഎമ്മിന്റെ തുടക്ക സമയത്ത് പറഞ്ഞു തന്നത്. ആ 7 പോയിന്റിലൂടെ കടന്നു പോയപ്പോൾ ഓരോ പ്രശ്നങ്ങളിലും ആ 7 പോയിന്റ് എനിക്ക് ഗുണകരമായിട്ട് മാറിയിട്ടുണ്ട്. പല ടീം അംഗങ്ങളും പ്രശ്നങ്ങൾ പറയുമ്പോൾ ആ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ആയിട്ട് 7 പോയിന്റ് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതാരൊക്കെ കേട്ടിട്ടുണ്ടോ, ആരൊക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ, ആരൊക്കെ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ, അവരൊക്കെ ഇന്ന് നല്ല ലീഡേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്.
ആരൊക്കെയാണ് കേൾക്കാതിരുന്നത്? അതൊന്നും ശരിയല്ല. 7 പോയിന്റ് ഒന്നല്ല. എന്റെ ബുദ്ധിക്കും എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്ന ആളുകള് അവരിന്നും ഇന്നും അതേപോലെ നട്ടപ്പോഴും പറിച്ചപ്പോഴും ഒരേപോലെ നിൽക്കുന്ന ആളുകളായിട്ട് കണ്ടിട്ടുണ്ട്. അന്ന് ബിസിനസ്സിൽ ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് ബിസിനസ്സിൽ തന്നെ ഇല്ല. അവര് വെറും ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളായിട്ട് മാറിയിരിക്കുന്നു. അത് തന്നെയല്ല, ചിലവര് ടെർമിനേറ്റ് ആയിട്ട് കാലകാലങ്ങളായിട്ട് ആർസിമിൽ തന്നെ ഇല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആർസിമിലല്ല ഏത് കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ വരും. അല്ലെ? 1 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നുമില്ലേ? അല്ലെ? റോട്ടില് നമ്മൾക്ക് വേണ്ടി വണ്ടികളൊക്കെ ഒഴിഞ്ഞു തരുമോ? ചില ആളുകള് നമ്മൾ ഉദ്ദേശിക്കാത്ത സ്ഥലത്തോടെ വരും. അപ്പൊ നമ്മൾ അത് മുട്ടാതെയും തട്ടാതെയും വണ്ടി കൊണ്ടുപോകണം. അപ്പൊ അങ്ങനെ 1 കിലോമീറ്റർ അല്ലെങ്കിൽ 1/2 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ പോലും നമുക്ക് റോട്ടില് അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് മേഖലയിലാണ് പ്രശ്നങ്ങളില്ലാത്തത്? എല്ലാ മേഖലയിലും ആളുകൾ വിജയിച്ചു നിൽക്കുന്നത് ആ പ്രശ്നങ്ങളെ അതിജീവിച്ചത് കൊണ്ടാണ്. അപ്പൊ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതിനെ അതിജീവിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ആ 7 പോയിന്റ് പറയുന്നതിന് മുന്നേ ഞാനൊരു 3 പോയിന്റ് വേറെ പറയാം. കാരണം അതിനോടനുബന്ധിച്ചതാണ്. ആർസിം ബിസിനസ്സിൽ മാത്രമല്ല, ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടപ്പോ അതിൽ പറഞ്ഞൊരു കാര്യം അത് കറക്റ്റ് ആയിട്ട് ആർസിമിലേക്ക് സൂട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പോയിന്റ് പറയണമെന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു 3 P ആണ് ആ പോയിന്റ്. 3 P അല്ലെ? നമ്മൾ 7C 8D ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് 3 P ആണ്. ലോകത്തിൽ വിജയിച്ചിട്ടുള്ള ആളുകൾ ഈ 3 P മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഈ 3 P തരണം ചെയ്തിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് അവര് ലോകത്തിന്റെ മുന്നിൽ വിജയിച്ചു നിൽക്കുന്നതും അവരെ കൂടെ ഒരു ടീമുള്ളതും അവര് വലിയ ഉന്നതിയിലേക്ക് അവർ ചിന്തിക്കാത്ത തലത്തിലേക്ക് ഉയരുന്നതും ആളുകള് അവരുടെ ആ ഒരു വിജയത്തെ അംഗീകരിക്കുന്നത്. അപ്പോൾ 3 P എന്ന് പറയുമ്പോൾ അതിലൊന്നാമത്താണ് പേഴ്സണൽ പവർ. ആദ്യം നമ്മൾ ഏതൊരു മേഖലയിലും വിജയിക്കണം എന്ന് ആഗ്രഹിച്ചാൽ നമ്മുടെ പേഴ്സണൽ പവർ കൂട്ടുന്നതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. പലരും പറയുന്ന ഒരു കാര്യം, എന്റെ അപ്ലൈൻ ശരിയല്ല, എന്റെ ഡൗൺലൈൻ ശരിയല്ല, എന്റെ നാട്ടുകാർ ശരിയല്ല, എന്റെ വീട്ടുകാർ ശരിയല്ല, ബന്ധുക്കാർ ശരിയല്ല. അവരെയൊന്നും ശരിയാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ആദ്യം നമ്മളാണ് ശരിയാവേണ്ടത്, നമ്മളാണ് നമ്മളെ ശരിയാക്കേണ്ടത്. നമ്മൾ ശരിയായാൽ അത് കണ്ട് മറ്റുള്ളവരും അത് കണ്ട് ശരിയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും സാധ്യതയാണുള്ളൂ. അതുകൊണ്ട് നമ്മളെ ശരിയാക്കണം, നമ്മൾ പ്രയത്നിച്ചാൽ മതി. പേഴ്സണൽ പവറാണ് ഈ ലോകത്തില് വിജയിക്കാൻ വേണ്ടി ആദ്യം വേണ്ടത്. ആദ്യം നമ്മള് അതിനു വേണ്ടിയിട്ടാണ് ഒരുങ്ങേണ്ടത്. ആദ്യം അതിലാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അപ്പൊ പേഴ്സണൽ പവർ, നമ്മൾ എന്താണോ നമ്മൾ നിൽക്കുന്ന ലെവലിൽ വിട്ടിട്ട് അപ്പുറത്തെ ലെവലിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും നമ്മളിൽ ഉണ്ടാവണം. നമ്മൾ നിൽക്കുന്ന ലെവലിൽ നമ്മളൊക്കെ നിൽക്കുന്ന അറിവ്, നമുക്ക് നിൽക്കുന്ന ഇപ്പോൾ ഉള്ള കഴിവ്, അത് വെച്ച് മുന്നോട്ട് പോയാൽ ഇപ്പൊ ഉള്ള ആ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടുള്ളൂ. പക്ഷെ എക്സ്ട്രാ എന്തെങ്കിലും നമ്മുടെ പേഴ്സണാലിറ്റിയിൽ പവറായിട്ട് കൊണ്ടുവന്നാൽ അതാണ് പേഴ്സണൽ പവർ. പേഴ്സണൽ പവർ കൂട്ടിക്കൊണ്ടിരിക്കണം. പല ആളുകളുണ്ട്, 1 ക്ലാസ് കേട്ടു, 2 ക്ലാസ് കേട്ടു, എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയുന്ന ആളുകൾ. എല്ലാം മനസ്സിലാകുമ്പോൾ എത്രയാണോ നമുക്ക് ആ പേഴ്സണാലിറ്റിയിൽ മാറ്റം വന്നത്, ആ മാറ്റത്തിനനുസരിച്ചുള്ള വിജയമാണ് നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പഠിച്ചുകൊണ്ടേയിരിക്കണം. ആ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കണം. അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുമ്പോഴാണ് അവനിലൊരു മാറ്റമുണ്ട്. ആർസിമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആർസിമിൽ വന്നതിന് ശേഷം ആ വ്യക്തിക്ക് ഒരു മാറ്റമുണ്ട്. ആ വ്യക്തി ഇന്ന് ആദ്യത്തെ പോലെയല്ല സംസാരിക്കുന്നത്, ആ വ്യക്തി ആദ്യത്തെ പോലെയല്ല ഡ്രസ് ചെയ്യുന്നത്, ആ വ്യക്തി ആദ്യത്തെ പോലെയല്ല ആളുകളെ മുന്നിൽ ഇടപഴകുന്നത്. എന്തോ ഒരു മാറ്റം ഫീൽ ചെയ്യണം ആളുകൾ. അപ്പോഴാണ് ആളുകൾ നമ്മളെ ആകർഷിക്കുള്ളൂ, നമ്മൾ പറയുന്ന വാക്കുകൾ കേൾക്കാൻ തയ്യാറാവുള്ളൂ. അതുകൊണ്ട് ആദ്യത്തെ പവർ കൊണ്ടുവരേണ്ടത് നമ്മളിലാണ്. പേഴ്സണൽ പവർ. പേഴ്സണൽ പവർ ഇല്ലാതെ ബാക്കി എന്റെ വീട്ടുകാർ നല്ലതാണ്, എന്റെ ഭാര്യ നല്ലതാണ്, എന്റെ ഭർത്താവ് നല്ലതാണ്, എന്റെ മക്കള് നല്ലതാണ്, അതുകൊണ്ടൊന്നും ബിസിനസ് വളരാനുള്ള സാധ്യതയില്ല. അത് പേഴ്സണൽ പവർ. ആരാണോ ബിസിനസ് ഡെവലപ്പ് ആക്കാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ പേഴ്സണൽ പവർ കൂട്ടുക എന്നുള്ളതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. അത് ആർസിമിലും മാത്രമല്ല, ഏതൊരു മേഖലയിലും അത് വളരെ അർത്ഥവത്താണ്. അത് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ആണ് പീപ്പിൾ പവർ. ആരൊക്കെ വലിയ വിജയങ്ങള് കൈവരിച്ചിട്ടുണ്ടോ അവർ ഒറ്റയ്ക്ക് നിന്നിട്ടല്ല, ഒരു ടീം വർക്ക്, ആളുകളായിട്ടുള്ള സമ്പർക്കം, ആ ഒരു ആശയം, ആളുകൾ ഏറ്റെടുക്കുന്ന ഒരു കാര്യം,
അങ്ങനെ നമ്മുടെ ആശയത്തെ ഏറ്റെടുക്കാനും നമ്മുടെ വാക്കുകൾ കേൾക്കാനും അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ പ്രാവർത്തികമാക്കാനും നമ്മളോടൊപ്പം നിൽക്കാനുമുള്ള ഒരു പീപ്പിൾ പവർ, ജനങ്ങളുടെ ഒരു കൂട്ടായ്മ, ആ പവർ നമ്മൾ വളർത്തിയെടുത്ത ആളുകളാണ് ഇന്ന് വരെ ലോകത്തിൽ വലിയ വിജയം കണ്ടെത്തിയിട്ടുള്ളൂ, ഇന്ന് വരെ അവർ ആരാധിച്ചിട്ടുള്ളൂ. അല്ലാതെ അവരവരെ കുടുംബത്തിനും അവരുടെ പേഴ്സണലായ കാര്യത്തിനും മാത്രം ജീവിതം ജീവിച്ച് തീർത്ത ആരെയും ഇന്ന് വരെ ലോകം അംഗീകരിച്ചിട്ടില്ല. മറ്റുള്ള സമൂഹത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു വെച്ച ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ലോകം അംഗീകാരം കൊടുത്തിട്ടുള്ളൂ, അവരെയാണ് ആദരിച്ചിട്ടുള്ളൂ, അവർ പറയുന്ന വാക്കുകളാണ് കേട്ടിട്ടുള്ളൂ, അവരുടെ ആശയങ്ങളാണ് ഇന്ന് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പീപ്പിൾ പവർ പ്രത്യേകിച്ചും ആർസിമില് വളരെ അത്യാവശ്യമാണ്. ആളുകള് ഒരു 10 പേരുകൊണ്ട് ആർസിം പറഞ്ഞിട്ട് ഈ 10 പേരെ നോക്കിയിരിക്കുകയാണ്. കാരണം എന്താണ്? ഈ 10 പേരാണ് ഇനി എന്നെ ഡയമണ്ട് ആക്കുന്നത്. നോ, ഈ 10 പേര് ചിലപ്പോ ചെയ്യാതിരിക്കാം, പക്ഷെ 10 പേരിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല, 100 പേരിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല. എത്രയും നമ്മൾക്ക് ആളുകളുടെ സമ്പത്ത്, ആളുകളുടെ വിഭവശേഷി, ആളുകളുടെ കൂട്ടായ്മ, ആളുകളായിട്ടുള്ള സമ്പർക്കം, ആളുകളെ ബോധ്യപ്പെടുത്തുക, ഈ ആശയത്തെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരണം ചെയ്യുക, ഈ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നോ ആ വ്യക്തികൾക്കാണ് ഇതിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് കോഴിക്കുഞ്ഞിനെ നോക്കിയിരിക്കുന്ന മാതിരി 10 കോഴിക്കുഞ്ഞിനെ കൊത്തിയിറക്കിയിട്ട് ആ കോഴിക്കുഞ്ഞുവിനെ പിന്നാലെ കിടന്ന് നടക്കലല്ല ഏതൊരു വ്യക്തിയും ആർസിമിലൂടെ വിജയിക്കാനും ജീവിതത്തിൽ വിജയിക്കാനും ചെയ്യേണ്ടത്. കാരണം പീപ്പിൾ പവർ, ജനങ്ങളുടെ ഒരു പവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് ഈ ആശയത്തിന്റെ കൂടെ നമ്മളോടൊപ്പം ജനങ്ങളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്ന ആളുകൾക്കാണ് വിജയിക്കാനായിട്ട് പറ്റുള്ളൂ. മൂന്നാമത്തെ പവറാണ് പൊസിഷൻ പവർ. പൊസിഷൻ പവർ വളരെ പ്രധാനമാണ്. പല ആളുകളും പറയാറുണ്ട്, ഞാൻ 3 വർഷം ആർസിമില്. ഏത് അച്ചീവർ? ഓപ്പണർ. പല ആളുകളും പറയാറുണ്ട്, ഞാൻ 6 വർഷമായി ആർസിമില്. ഏത് അച്ചീവർ? സ്റ്റാർ. പല ആളുകളും പറയാറുണ്ട്, ഞാൻ 4, 6, 7 മാസമായിട്ട് ആർസിമിലുണ്ട്. ഏതാണ്? ഞാൻ ബിഗിനർ പോലും ആയിട്ടില്ല. അപ്പോൾ ആളുകൾ ചിന്തിക്കും, ഈ വ്യക്തി 6 മാസമായിട്ട് ചെയ്തിട്ട് ഈ വ്യക്തിക്ക് ഒന്നും ആവാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ 6 മാസമായിട്ട് 6 വർഷമായിട്ട് ചെയ്തിട്ട് ഒന്നും സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ കൂടിയാൽ എനിക്ക് എങ്ങനെ ഇതിലൂടെ വിജയിക്കാൻ സാധിക്കും? അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രവർത്തനത്തില് നമ്മുടെ പൊസിഷൻ പവറും കൂടി ഉണ്ടായിരിക്കണം. 6 വർഷമായി ആർസിമില്, ഇപ്പോഴും 2000 രൂപയാണ് ആർസിമിൽ നിന്ന് വരുമാനം മേടിക്കുന്ന ആളെ കൂടെ ആരെങ്കിലും വരാനുള്ള സാധ്യതയുണ്ടോ? അതുകൊണ്ട് സ്പീഡ് അച്ചീവ്മെന്റ് വളരെ പ്രധാനമാണ്, പൊസിഷൻ പവർ വളരെ പ്രധാനമാണ്. ആ പൊസിഷനിലിരുന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമ്പോഴാണ് നമ്മൾ എത്ര വേദാന്തം പറഞ്ഞാലും ആ വ്യക്തിയുടെ പൊസിഷനാണ് ആളുകൾ അംഗീകരിക്കുക. ആ വ്യക്തിയുടെ വാക്കുകളോടൊപ്പം ആ പൊസിഷൻ ഉണ്ടെങ്കിലാണ് ആളുകൾ ആ വാക്ക് കേൾക്കാൻ തയ്യാറാവുള്ളൂ. അല്ലെ? ഒരു എമറാൾഡ് അല്ല, ഞാനൊരു ബിഗിനറാണ്, ഈ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പലരും ഈ ക്ലാസ് കേട്ടിരിക്കുള്ളൂ, അവിടെ കേൾക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ തയ്യാറല്ല. എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ പങ്കുവെക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസിലൂടെയാണ് അവിടെ ഒരു എമറാൾഡ് ആവാനായിട്ട് സാധിച്ചത്, കാരണം ആ പ്രവർത്തനത്തിലൂടെ. അതുകൊണ്ട് എന്താണ്? പൊസിഷൻ പവർ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് 3 P നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. ഒന്ന്, പേഴ്സണൽ പവർ. അതുകൊണ്ട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നമ്മൾ മാറാൻ തയ്യാറാവണം. ആളുകൾ പറയും, എന്റെ ടീമുകളൊന്നും ചൊവ്വല്ല, എന്റെ അപ്ലൈൻ ചൊവ്വല്ല, റോസിലാണെങ്കിൽ തീരെ ചൊവ്വല്ല, ഞാൻ മാത്രം വലിയ ശരി അല്ല, നമ്മളെ ചൊവ്വായാ മതി, ബാക്കിയൊക്കെ നമ്മുടെ കൂടെ ശരിയാവും. അതുകൊണ്ട് പേഴ്സണൽ പവർ കൂട്ടുന്നതിലായിരിക്കും നമ്മുടെ ശ്രദ്ധ. രണ്ടാമത്, ജനങ്ങളോട് ഒരു കൂട്ടായ്മ. എത്ര ജനങ്ങളോട് ഈ ആശയം പങ്കുവെക്കാൻ പറ്റുന്നോ, എത്ര ആളുകളെ ഇത് ബോധവൽക്കരണം ചെയ്യാൻ പറ്റുന്നോ, അത്ര ആളുകൾ നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെ നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ നമുക്കൊരു പൊസിഷൻ പവറും കൂടി നമ്മൾ കൂട്ടിക്കൊണ്ടുവരാൻ തയ്യാറാവണം. അങ്ങനെ 3 P നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് പ്രാവർത്തികമാക്കിയാൽ RTMലൂടെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കും. ആ ഒരു പോയിന്റ് നമ്മൾ എല്ലാവരും നോട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആളുകള് എല്ലാവരും നല്ല ആളുകളാണ്, ആരും മോശം ആളുകളൊന്നുമില്ല. ആർസിമിലേക്ക് കടന്നു വരുന്ന എല്ലാവരും നല്ല ആളുകളാണ്. ലോകത്തിൽ അങ്ങനെ മോശം ആളുകൾ എന്ന് പറയുന്ന ആളുകളില്ല. പല ആളുകളുണ്ട്, എനിക്ക് നല്ല ആളുകളെ കിട്ടിയിട്ടില്ല എന്ന് പറയും. അപ്പൊ ഞാൻ പറയാറുണ്ട് ചില ക്ലാസ്സുകളിൽ, നല്ല ആളുകളെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, ഞാൻ സ്വകാര്യത്തിൽ പറഞ്ഞു തരട്ടെ, ആരോടും പറയരുതെന്ന് പറയാറ്. അപ്പൊ ചില ആളുകൾ എന്റെ കൂടെ വട്ടം കൂടും, ചില ആളുകൾ ഇങ്ങനെ കാത് കൂർപ്പിച്ചിരിക്കും, പറയ് എന്ന് പറയും. അപ്പൊ ഞാൻ പറയും, വെളുപ്പിനെ എണിക്കണം, വെളുപ്പിന് അതൊക്കെ ഞാൻ വെളുപ്പിനെ എനിക്കാൻ തയ്യാറാണ്, ഇതിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. നല്ല ആളുകളെ കിട്ടാനായിട്ട് വെളുപ്പിനല്ല, ഞാൻ ചിലപ്പോ ഉറക്കുളച്ചിരിക്കുന്നു ആളുകൾ പറയും. അപ്പൊ ഞാൻ പറയും, ഒരു 4:30 മണിക്ക് എണീറ്റ് 5 മണിക്ക് ചാലക്കുടി ചന്തയിൽ ചെന്ന് കഴിഞ്ഞാൽ
ആ നല്ല ആളുകൾ ഇങ്ങനെ ചന്തയിൽ നിൽക്കുന്നുണ്ടാവും. ഒരു പെട്ടി ഓട്ടോറിക്ഷ കൊണ്ടുപോയിട്ട് അവരെ കയറ്റി കൊണ്ടുവന്നാൽ മതി, അതിന് നിങ്ങൾ തയ്യാറുണ്ടോ? നല്ല ആളുകളെ കിട്ടും. അപ്പോൾ അവർക്ക് മനസ്സിലാവും അങ്ങനെ നല്ല ആളുകളെ കിട്ടാനുള്ള വകുപ്പല്ല പറഞ്ഞു തന്നത്, ഇത് നമ്മളെ ആക്കിയതാണ്. അപ്പോ പല ആളുകളും പറയാറുണ്ട്, എനിക്ക് 200 പേര് വന്നു 300 പേര് വന്നു ടീമിൽ, നല്ല ആളുകൾ ഇതുവരെ കിട്ടിയില്ല. ഈ നല്ല ആളുകളെ കിട്ടാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ ലീഡർക്ക്, അവനവന്റെ ലീഡർക്ക് ഈ ആള് നല്ല ആളല്ല, ഈ ആർസിയും ഗുഡാർസിയും നല്ല ആളുകളെ കിട്ടാത്തതിന്റെ കാരണം അവരുടെ ലീഡർക്ക്, അതായത് ആ പറയുന്ന വ്യക്തിയുടെ ലീഡർക്ക് ഈ വ്യക്തി നല്ല ആളാവാൻ സാധ്യതയില്ല. ഒന്ന് പരിശോധിച്ച് നോക്കി അറിയാൻ പറ്റും. ആ ലീഡർ മീറ്റിങ്ങിന് വിളിച്ചാൽ മീറ്റിങ്ങിന് പോവോ? ആ ലീഡർ സെയിൽ ചെയ്യാൻ പറഞ്ഞാൽ സെയിൽ ചെയ്യോ? ആ ലീഡർ ഹോം മീറ്റിംഗ് വെക്കാൻ പറഞ്ഞാൽ ഹോം മീറ്റിംഗ് വെക്കോ? ഒന്നുമില്ല. പക്ഷെ നമ്മുടെ കൂടെ വരുന്നവര് അതേപോലെ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നല്ലേ മോശം. അപ്പൊ അതുകൊണ്ട് നല്ല ആളുകള് എന്ന് പറയുന്ന ആളുകളില്ല. ഈ ആർസിമിലേക്ക് വന്നതിന് ശേഷം അവരുടെ താല്പര്യം അനുസരിച്ച് നമ്മൾ അവരെ നല്ല ആളുകളാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് ആദ്യം നല്ല ആളുകളായിട്ട് മാറാൻ നമ്മളാണ് മാറേണ്ടത്. അതുകൊണ്ട് ഇതിൽ ജോയിൻ ചെയ്യാത്ത ആരും തന്നെ ഈ ഒരു മീറ്റിംഗിൽ ഇല്ല, ഈ ഒരു പ്രോഗ്രാമിൽ ഇല്ല. കാരണം ഓപ്പണർ ആൻഡ് അബവ് ലീഡേഴ്സ് മീറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ജോയിൻ ചെയ്തു, പിന്നെ എന്തുകൊണ്ട് ബിസിനസ് മുന്നേറുന്നില്ല, എന്തുകൊണ്ട് അടുത്തടുത്ത സ്റ്റെപ്പുകളിലേക്ക് നമുക്ക് വരാൻ പറ്റുന്നില്ല? അതുകൊണ്ട് ഒരു ജോയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, ജോയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പറയുന്ന കാര്യമാണ്, എനിക്ക് ഉൽപ്പന്നങ്ങളൊക്കെ നല്ലതാണ്, ഞാൻ വാങ്ങിച്ചുപയോഗിക്കുന്നുണ്ട്, ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്, പക്ഷെ ടീം ബിസിനസ്സിലൂടെയാണ് ഏറ്റവും വലിയ വരുമാനം ഉണ്ടാവുന്നത് ഞാൻ കേട്ടു, പക്ഷെ എനിക്ക് ആളെ കിട്ടുന്നില്ല. ആദ്യത്തെ പ്രോബ്ലം പറയുന്നതാണ് ആളെ കിട്ടുന്നില്ല. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തമ്പടിക്കുന്നത് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിക്കാന്ന് എനിക്കറിയില്ല. അങ്ങനെ പറയുന്ന ആരെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒന്ന് തമ്പടിച്ചാൽ നല്ലതാ. തമ്പടിക്കുന്നത് പറ്റോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്തൊന്നും എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ ഒന്ന് സ്വയം ചിന്തിക്കുക. കാരണം എന്താണ്? നല്ല ആളുകളെ കിട്ടുന്നില്ല, ആളെ കിട്ടുന്നില്ല. അതാണ് ആദ്യത്തെ പ്രശ്നം. ജോയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ബിസിനസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിലൂടെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, പ്രശ്നമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്, ലീഡേഴ്സ് എന്നും കേൾക്കുന്ന കാര്യമാണ്, ആളെ കിട്ടുന്നില്ല. അപ്പോൾ ആളെ കിട്ടുന്നില്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ എന്തായാലും ആർസിമിൽ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ പിന്നെ ആളെ കിട്ടാനുള്ള സാധ്യതയില്ലല്ലോ. ആളെ കിട്ടുന്നില്ല എന്ന് പരാതി നിങ്ങളുടെ ടീം അംഗങ്ങളോ അല്ലെങ്കിൽ നിങ്ങളോ പറയുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ സൊല്യൂഷനുള്ളോ മേക്ക് എ ലിസ്റ്റ്. ഈ ആളെ കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഞാൻ പറയുന്നു 99% ആൾക്ക് ലിസ്റ്റ് ഉണ്ടാവില്ല. ലിസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ 10-15 പേരെ ലിസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിന് സൊല്യൂഷനാണ് ലിസ്റ്റ്. അതായത് നിങ്ങളുടെ വീട്ടുകാരെ, ബന്ധുക്കാരെ, കൂട്ടുകാരെ, ആ നാട്ടിലുള്ള പ്രമുഖന്മാരെ എന്ന് വേണ്ട, നിങ്ങൾക്ക് ഇതുവരെ പരിചയമില്ലാത്ത ആളുകളെ ആ ലിസ്റ്റ് നിങ്ങൾ ഏകദേശം ഒരു 100-150 പേരെ ലിസ്റ്റ് എങ്കിലും തുടക്കക്കാര് നിങ്ങൾ പ്ലാൻ ചെയ്യണം. ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ആ ലിസ്റ്റ് വെച്ച് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തുമ്പോഴാണ് അവിടെ ആളെ കിട്ടാനുള്ള സാധ്യതയുള്ളൂ. 10 പേരെ ലിസ്റ്റ് വെച്ചുകൊണ്ടിരുന്നാൽ, അതും ലിസ്റ്റ് ആയിട്ടില്ല, നമ്മുടെ മെമ്മറിയിലാണുള്ളത്, ചിന്തയിലാണുള്ളത്. ആ ലിസ്റ്റ് വെച്ചുകൊണ്ടിരുന്നാൽ മാത്രം നമുക്ക് മുന്നേറാൻ പറ്റില്ല. കാരണം 10 പേരോട് ആർസിയും പറഞ്ഞാൽ 9 പേര് പുച്ഛിക്കും, കളിയാക്കും. ഒരാളാണ് കേൾക്കാൻ തയ്യാറാവുള്ളൂ. ആ കേൾക്കാൻ തയ്യാറുള്ള ആള് ആർസിമിൽ ജോയിൻ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ആർസിമിന്റെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കണം നിർബന്ധമില്ല. അതുകൊണ്ട് ആ 10 പേരെ നമ്മൾ ലിസ്റ്റ് ആക്കി ആ 10 പേരോട് ആർസിയും പറയുമ്പോൾ നമുക്കൊരു മുരടിപ്പാണ് വരിക. കാരണം ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാത്ത ആളുകളും ലിസ്റ്റ് മുന്നോട്ട് കൂടുതൽ ആളുകളെ ലിസ്റ്റ് ഇല്ലാത്ത ആൾക്കാണ് ഇതിലൊരു മുരടിപ്പ് വരിക, മുന്നോട്ട് പോകുന്നില്ല എന്ന് തോന്നുന്ന, ആളെ കിട്ടുന്നില്ല എന്ന് പറയുന്നത്. കാരണം 100-150 പേരെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ 10 പേരോട് പറഞ്ഞു, 10 പേര് കേട്ടില്ല. 11ാമത്തെയും 12ാമത്തെയും 13ാമത്തെയും 14ാമത്തെയും 15ാമത്തെ ആളോട് പറഞ്ഞു, 15ാമത്തെ ആളും കേട്ടില്ല. 16, 17, 18, 19, 20 ആളോടും പറഞ്ഞു, 20 ആളും കേട്ടില്ല. 21, 22, 23, 24, 25ാമത്തെ ആളായിരിക്കും എന്താണ് ആർസിന്ന് ചോദിക്കുന്നത്. പക്ഷെ ആ ലിസ്റ്റ് ഇല്ലെങ്കിൽ, 10 ആളെ ലിസ്റ്റ് ഉള്ളെന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ വ്യക്തിക്ക് 25ാമത്തെ ആളിലേക്ക് പോകാൻ പറ്റും? ബാക്കി 25ാമത്തെ ആള് മനസ്സിലാക്കി അദ്ദേഹം ചെയ്തു. ഇനിയും നമ്മൾക്ക് പറയാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. 75 പേര് ബാക്കി എടുക്കുക. ബാക്കി 24 പേര് വേണ്ടെന്ന് പറഞ്ഞു, പുച്ഛിച്ചു, കളിയാക്കി, നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. അവിടെ തളരാൻ നമുക്ക് സാധ്യതയില്ല, തളരാനുള്ള അവസരമില്ല. എന്താ കാരണം? അവിടെ തളരേണ്ട ആവശ്യമില്ല. നമ്മുടെ കൂടെ ഇനിയും ഈ 10 പേര് പോണെങ്കിൽ പോട്ടെ, 20 പേര് പോണെങ്കിൽ പോട്ടെ, അവൻ ഇന്ന് കേട്ടില്ലെങ്കിൽ വേണ്ട, നാളെ കേൾക്കാനുള്ള അവസരം ഉണ്ടാകും.
പക്ഷെ നമുക്ക് അടുത്ത ആളുകളിലേക്ക് പോവാനായിട്ട് നമ്മുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടാവണം. 6 ബേസിക്കല് രണ്ടാമത്തെ പോയിന്റ് ആണ്, മേക്ക് എ ലിസ്റ്റ്. പല ആളുകളും ആ രണ്ടാമത്തെ പോയിന്റ് 21 സ്റ്റെപ്പുകളില് ആ രണ്ടാമത്തെ പോയിന്റ് പല ആളുകളും വീട്ടിലേക്ക് ഉപയോഗിക്കുന്നില്ല. അത് വേറെ വശം. ആർസിമിലൂടെ വിജയിക്കണം. പക്ഷെ റേഷൻ കടയിൽ നിന്നും സപ്ലൈക്കൊന്നാണ് സാധനങ്ങൾ അടിക്കുന്നത്. എന്നിട്ട് പറയാണ് എന്റെ ടീം വളരുന്നില്ല, എനിക്ക് ബിസിനസ് വരുന്നില്ല. ഒരു 100 PV 200 PV 300 PV 400 PV ആണ് വീട്ടിലേക്ക് പർച്ചേസ് ചെയ്യുന്നത്. വീട്ടിലേക്ക് ഉപയോഗിക്കുന്നില്ല, ആളുകളോട് പറയുന്നില്ല, ആളുകളെ പരിചയപ്പെടുത്തുന്നില്ല. ഒന്നാമത്തെ പോയിന്റ് തന്നെ 6 ബേസിക്കല് പല ആളുകളും ചെയ്യുന്നില്ല. ആ ചെയ്തിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? മേക്ക് എ ലിസ്റ്റ്. ലിസ്റ്റ് ഉണ്ടാവണം. ലിസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ആളെ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടാവില്ല. ഇനി ലിസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ആ ലിസ്റ്റിനനുസരിച്ചുള്ള പ്രവർത്തനം അവർ ചെയ്യുന്നുണ്ടാവില്ല. ഇത് അച്ചട്ടാണ്, ഉറപ്പാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പല ആളുകളും ഇന്ന് ഓപ്പണർ, ഈഗിള്, റണ്ണർ ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് 10 പേരെ ലിസ്റ്റ് ഉള്ളൂ. ഈ 10 പേരോട് പറഞ്ഞു, 10 പേര് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അടുത്ത സ്റ്റെപ്പ് അവർക്ക് വെക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആർസിയും പറ്റുന്നില്ല, ആളുകൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ആളുകൾ നമ്മുടെ കൂടെ വരുന്നില്ല, ആളെ കിട്ടുന്നില്ല എന്നൊക്കെയാണ് പരാതി. അപ്പൊ ആ പരാതിക്ക് സൊല്യൂഷൻ ആണ് ഞാൻ പറയുന്നു, ഇന്ന് ഈ പ്രോഗ്രാം കേൾക്കുന്ന ആളുകൾ ചുരുങ്ങിയത് ഒരു 150 പേരെങ്കിലും, ചുരുങ്ങിയത്. നിങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ, ഡോക്ടർ ആൻസാർ പറയാറുണ്ട്, ഒരു കല്യാണം വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര പേരോട് പറയാനുള്ള ലിസ്റ്റ് അത് വീട്ടുകാർ ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്ത് ആളുകളോട് പറയാനുള്ള ആ വ്യഗ്രത കാണിക്കുന്ന പോലെ തന്നെ ഈ ആർസിഎം ബിസിനസ്സിൽ ഇന്ന് ലോകം കണ്ടതിൽ ഏറ്റവും വലിയൊരു ബിസിനസ്സായ ഡയറക്റ്റ് മാർക്കറ്റിംഗിലൂടെ, അതും ഇന്ത്യയില് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന, അത് ലോകത്തിൽ തന്നെ മുൻനിരയിലേക്ക് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഇന്ന് ആർസിഎം പോലുള്ള ഈ പ്രസ്ഥാനത്തിൽ വന്നിട്ട് 10 ആളെയും 20 ആളെയും ലിസ്റ്റ് ഇട്ടിട്ട് എനിക്ക് ആളെ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ആർസിഎമ്മിൽ ഉപ്പും മല്ലിയും മുളകും ഉപയോഗിക്കലാണ് ഏറ്റവും നല്ലത്. ആർസിഎമ്മിലൂടെ വിജയിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ചുരുങ്ങിയത് ഇന്ന് തന്നെ ഒരു 150 പേരെ ലിസ്റ്റ് നമ്മൾ ഇടണം. അങ്ങനെയുള്ള ആളുകൾക്ക് ആളെ കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ആളെ കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഇതാണ് സൊല്യൂഷൻ. ആർസിഎം, ഗുഡ് ആർസിഎം. ഒന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. ഇനി ലിസ്റ്റ് ഒക്കെ ഇട്ടു, ആളൊക്കെ കിട്ടിയ കുറെ ആളുകൾ ജോയിനിങ് വന്നു. ഇനി അടുത്തൊരു കാര്യമാണ്, പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അല്ലെ, ആളൊക്കെ വന്നു, 100 150 ആള് വന്നിട്ടുണ്ട്, പക്ഷെ ഒറ്റ എണ്ണം പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് അവിടെ പ്രാവർത്തികമാക്കേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്റെ ടീം പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ ലീഡേഴ്സ് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടോ? വളരെ സിമ്പിളാണ്. പറയുമ്പോ ചിരി വരും പല ആളുകളും പറയുന്നത് കേൾക്കുമ്പോ. അല്ല, എന്റെ ടീം അംഗങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, എന്റെ ടീം അംഗങ്ങളൊക്കെ മരങ്ങോടന്മാരാണ്, ഒറ്റെണ്ണം ചൊവ്വുള്ളത് വന്നിട്ടില്ല. അപ്പൊ ഞാൻ ചൊവ്വാണോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച നല്ലതാ. നമ്മളിരുന്ന് ചിലപ്പോ കുലുങ്ങിച്ചിരിക്കും ഇത് ചിന്തിക്കുമ്പോ. കാരണം എന്റെ ലീഡർ പറഞ്ഞിട്ട് ഞാനൊന്നും കേൾക്കുന്നില്ല. ഉത്തരം കിട്ടും, വളരെ സിമ്പിളാണ്. അപ്പോൾ അതുകൊണ്ട് എന്റെ ടീം അംഗങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വിലയിരുത്തേണ്ടത് ഞാൻ എന്റെ ലീഡേഴ്സ് പറയുന്നത് കേൾക്കുന്നുണ്ടോ. ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീം അത് കണ്ടുപഠിക്കും, അവരും കേൾക്കാനുള്ള തയ്യാറുണ്ടാവും. കാരണം നിങ്ങളുടെ ടീം ലീഡേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ഒരു പക്ഷെ തെറ്റാണെന്ന് തോന്നാം, പക്ഷെ അതാണ് ശരി. അവരുടെ അനുഭവ സമ്പത്താണ് അങ്ങനെ നമ്മളോട് പറയുന്നത്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കാൻ തയ്യാറുണ്ടോ? നമ്മൾ കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമാണ് ആ വ്യക്തിക്ക് അത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്ത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ വീട്ടില് അച്ഛനും അമ്മയും ഉണ്ടായിരിക്കും. അച്ഛനും അമ്മയും പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ടോ? നമുക്കൊരു മക്കളുണ്ടാകുമ്പോൾ അവരത് കേൾക്കാൻ അത് കണ്ടുപഠിക്കും. ആ അച്ഛൻ പറയുന്നത് കേൾക്കണമെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. എന്റെ അച്ഛനും അമ്മയെയും നമ്മൾ അനുസരിക്കുന്നത്, അവനവന്റെ അച്ഛനെയും അമ്മയെയും അനുസരിക്കുന്നതും അവര് പറയുന്ന നല്ല വാക്യങ്ങള് അത് വേദവാക്യം എടുത്ത് ചെയ്യുന്ന ഒരു മകൻ കണ്ടു വളരുന്നുണ്ടെങ്കിൽ, നമുക്കൊരു മക്കളുണ്ടാവുമ്പോൾ കണ്ടു വളരുന്നുണ്ടെങ്കിൽ അവൻ നമ്മുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാവും. എന്റെ അച്ഛനമ്മയും അല്ലെങ്കിൽ അവനവന്റെ അച്ഛനമ്മയും പറയുന്നത് തട്ടുത്തരാണ് പറയുന്നത്, അവരതൊന്നും കേൾക്കാൻ അതിന്റെ എതിരാണ് ചെയ്യുന്നത് എന്ന് നമ്മുടെ മക്കൾ കണ്ടുപഠിക്കുന്നുണ്ടെങ്കിൽ അവനെ നമ്മൾ ഇരുത്തി പഠിപ്പിച്ചാലും അവൻ നമ്മുടെ വാക്കുകൾ അംഗീകരിക്കില്ല. ആർസിഎം ഗുഡ് ആർസിഎം. ഒരു കഥ പറയാറുണ്ട്.
കഥ എങ്ങനെയാണ്? ഒരു മകൻ അച്ഛനെ തല്ലിക്കൊന്നു. വീടിന്റെ സ്വത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അച്ഛനെ മകൻ തല്ലിക്കൊന്നു. അച്ഛൻ മകൻ തല്ലിക്കൊന്നിട്ട് അച്ഛനെ എന്താണ് അതിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്ത് ചിതാഭസ്മം ഒഴുക്കി. അത് കഴിഞ്ഞിട്ട് ഈ ഒരു വ്യക്തി അച്ഛന്റെ ചിതാഭസ്മം ഒഴുക്കാൻ പോകുന്ന നേരത്ത്, ആ ഒഴുക്കുന്ന സമയത്ത് ആ ഒരു ചിതാഭസ്മം കടലിൽ ഇങ്ങനെ ഇടാൻ പോകുന്ന സമയത്ത് ഒരു അശരീരി കേട്ടു. ആ അശരീരി ഇങ്ങനെയാണ്: മോനെ, നീ ദയവ് ചെയ്ത് അച്ഛനെ ഇവിടെ ഒഴുക്കരുത്, ദയവ് ചെയ്ത്. അപ്പൊ മകൻ ശ്രദ്ധിച്ചു, എന്താണ് അച്ഛന്റെ വാക്കുകളാണല്ലോ കേൾക്കുന്നത്. ദയവ് ചെയ്ത് ആ കുടത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു അശരീരി, ദയവ് ചെയ്ത് നീ എന്നെ ഇവിടെ ഒഴുക്കരുത്, കാരണം എന്റെ അച്ഛനെ തല്ലി കൊന്നിട്ട് ഞാൻ ഇവിടെയാണ് ഇട്ടത്. അതുകൊണ്ട് നീ ഒത്തിരി മാറ്റി ഒഴുക്കാൻ. JRC ഗുഡാർസിയം. അതായത് നമ്മുടെ കാരണന്മാരോട്, അതായത് നമ്മുടെ ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ ലീഡേഴ്സിനോട് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് നമുക്ക് കിട്ടാനുള്ള സാധ്യത. അതുകൊണ്ട് ആ അച്ഛൻ തല്ലിക്കൊന്നതാണ്. എന്നിട്ട് ഒഴുക്കാൻ പോയപ്പോ മകനോട് പറയാണ്, ഈ എന്റെ അച്ഛനെ ഒഴുക്കിയത് ഇവിടെയാണ്, അതുകൊണ്ട് നീ ഇത്തിരി മാറ്റി ഒഴുക്കാൻ, അല്ലെങ്കിൽ ഇവിടെ ഒഴുക്കി കഴിഞ്ഞാൽ വീണ്ടും ആ കടലിൽ വെച്ച് ഞാനും എന്റെ അച്ഛനും തല്ലുകൂടുന്നു. JRC ഗുഡാർസിയം. പരലോകത്ത് പോലും തല്ലുകൂടുന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ലീഡേഴ്സിനെ അനുസരിക്കാൻ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ നമ്മുടെ ടീമംഗള് നമ്മൾ പറയുന്നത് കേൾക്കും. നമ്മുടെ ലീഡേഴ്സില് അനുസരണശീലമുള്ള ഒരു വ്യക്തിയാണോ ഞാൻ എന്നാണ് മുന്നിൽ ചിന്തിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് എന്റെ ടീമംഗങ്ങള് എന്നെ കേൾക്കാൻ തയ്യാറാവുള്ളൂ എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. അതുകൊണ്ട് നിങ്ങളുടെ ടീമുകൾ പറഞ്ഞിട്ട് കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സ് പറയുന്നത് കേൾക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക എന്നതാണ് ഏറ്റവും സൂത്രവാക്യം. അപ്പോൾ ഈ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ അതിലൊരു കാര്യമുണ്ട്, അതിൽ ശാസ്ത്രീയമായ ഒരു കാര്യമുണ്ട്. ആ കാര്യമാണ് ഷോ ദി പ്ലാൻ. RCM അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഷോ ദി പ്ലാൻ ആയിരിക്കും പലരും പറഞ്ഞിട്ടുള്ളത്. ആളുകൾ പറഞ്ഞിട്ട് കേൾക്കാത്തതിന്റെ കാരണം അവർക്ക് അത് ഗുണകരമായിട്ട് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഷോ ദി പ്ലാൻ. അവരുടെ വീട്ടില് ഫാമിലി ആയിട്ടിരുന്ന് നമ്മൾ എന്താണ് RCMലെ നേട്ടങ്ങൾ എന്താണെന്ന് പ്ലാൻ പറഞ്ഞു കൊടുക്കണം. പല ആൾക്കും പ്ലാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. റേഷൻ കടയിൽ മണ്ണെണ്ണ മേടിക്കാൻ നിൽക്കുമ്പോഴാണ് ഒരു ജോയിനിങ് എടുത്തത്. അലച്ചോക്ക് 2 മിനിറ്റ് കൊണ്ട് ജോയിനിങ്. എന്താണ് RCM എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ആ ആളുകൾ ജോയിൻ ചെയ്താൽ പിന്നെ പറഞ്ഞിട്ട് കേൾക്കോ? പറഞ്ഞിട്ട് കേൾക്കില്ല. അപ്പോൾ RCM ബോധ്യപ്പെടുത്തി ആ കുടുംബത്തിനും ആ വ്യക്തിക്കും ഭാവിയിലും അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിനും നല്ല പ്രൊഡക്റ്റ് ഉപയോഗിക്കാനുള്ള ഒരു അവസരവും ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നതും ഇതിലൂടെ വരുമാന നേട്ടവും ഉണ്ടാവുന്നതും നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് അവർ പറഞ്ഞിട്ട് കേൾക്കുള്ളൂ. അപ്പൊ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് RCM മനസ്സിലായിട്ടില്ല. അവർക്ക് RCM മനസ്സിലാക്കി കൊടുക്കണം. ഷോ ദി പ്ലാൻ. ഷേ ദി പ്ലാൻ അല്ല. ഇന്ന് മുതിർന്ന പല ലീഡേഴ്സ് പോലും ഷേ ദി പ്ലാൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവും പകലില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷോ ദി പ്ലാൻ. കാണുന്നതും കേൾക്കുന്നതാണ് ബ്രെയിനിൽ പതിയുള്ളൂ. അതുകൊണ്ടാണ് കോടതിയിൽ പോലും ഐ വിറ്റ്നസ് എടുക്കുന്നത്. പറഞ്ഞു കേട്ട് കേൾവി അവിടെ നിയമത്തിൽ എടുക്കില്ല. നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. കണ്ടതാണ് ബ്രെയിനിൽ പതിയുള്ളൂ. അതുകൊണ്ട് കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളും കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോഴാണ് അത് ബോധ്യപ്പെടുള്ളൂ. അതുകൊണ്ട് ഷോ ദി പ്ലാൻ. RCM എന്താണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ? ആ ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ യെസ് അവര് പറയും, അല്ലെങ്കിൽ അവര് പറയും ഇത് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്, കുഞ്ഞമ്മായി നന്നായിക്കോട്ടെ എന്ന് വേണ്ടിയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്, എന്റെ സുഹൃത്തിന് ഒരു ഗുണം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത്. സുഹൃത്തുക്കളെ, RCM ബിസിനസ്സിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവർക്ക് നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്ന പദ്ധതി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടാണോ ജോയിനിങ് എടുത്തത്? ആ വ്യക്തി RCMൽ അടിയുറച്ച് നിൽക്കും. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ചെയ്യാ, പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യും. ആ തലത്തിലേക്ക് വരണമെങ്കിൽ ഷോ ദി പ്ലാൻ. പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നു ആ വ്യക്തിക്ക് RCM എന്താന്ന് മനസ്സിലായിട്ടില്ല. ആ വ്യക്തിക്ക് RCM എന്താന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത് വരെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആ മനസ്സിലാക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ടുപോകണം, അവരെ ബോധ്യപ്പെടുത്തണം. ഹോം മീറ്റിംഗിൽ ആ കാര്യങ്ങളിൽ അവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ കൊണ്ടെത്തണം. അവരെ വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഷോ ദി പ്ലാൻ. ഷോ ദി പ്ലാൻ എവിടെയൊക്കെ കാണിക്കാം? പേഴ്സണലായിട്ട് നമുക്ക് പറയാം. ഒരു ഹോം മീറ്റിംഗിൽ നമ്മൾ അവിടെ കൊണ്ടുവന്നിരുത്തി കേൾപ്പിക്കാം. ഒരു വലിയ ഹോൾ പ്രോഗ്രാമിൽ കൊണ്ടുവന്നിരുത്തി കേൾപ്പിക്കാം. എന്നാലും അതിനുശേഷം 24 മണിക്കൂറിനുള്ളിൽ അവരെ ഫോളോഅപ്പ് ചെയ്ത് അതൊന്നും കൂടി
അവരുടെ കുടുംബത്തിന് മാക്കേണ്ട രീതിയിൽ നമ്മൾ ഷോ ചെയ്യണം അവരെ മുന്നിൽ, അവരുടെ കുടുംബത്തിന്റെ മുന്നിൽ. അങ്ങനെ ചെയ്താൽ ഒരാളും ആർസിമിൽ പറഞ്ഞിട്ട് കേൾക്കാതിരിക്കില്ല. ഇങ്ങനൊക്കെ ചെയ്തിട്ടും പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ അവന്റെ തലയിൽ കളിമണ്ണാണെന്ന് ഉറപ്പിച്ചോ. ഓപ്പണർ ആൻഡ് അബോവ് ലീഡേഴ്സ് മീറ്റിംഗ് ആയതുകൊണ്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് അവന്റെ പിന്നാലെ അധികം പിന്നെ പോകരുത്. ഇതൊക്കെ പറഞ്ഞിട്ട് പക്ഷെ പറയുന്നത് കൃത്യമാണോ, പറയുന്നത് അവർക്ക് മനസ്സിലാവുന്ന തരത്തിലാണോ, അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിൽ ഞാൻ 100% ഞാൻ അതില് ചെയ്തിട്ടുണ്ടോ എന്ന് ബോധ്യപ്പെട്ടിട്ട് വേണം അതിനെ തള്ളിക്കളയാനും അല്ലെങ്കിൽ മാറ്റി നിർത്താനും. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവർ മനസ്സിലാവും. അവരെ ചേർത്ത് നിർത്തുക, അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. പക്ഷെ അവരെ കൂടുതൽ സമയം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നമ്മൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് വിലയിരുത്തുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആളെ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഷോ ദി പ്ലാൻ, വ്യക്തമായി ഷോ ദി പ്ലാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആളെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി ആളുകൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ അവർക്ക് ബോധ്യം വന്നിട്ടില്ല, അപ്പൊ ഷോ ദി പ്ലാൻ ചെയ്യണം. ഇനി മൂന്നാമത്തെ ഘട്ടം, ഇത് തരണം ചെയ്തു വിചാരിക്കാം. പല ആളുകളും ഇത് തരണം ചെയ്തു, എന്താണ്, ആളുകൾ ജോയിനിങ് വരുന്നുണ്ട്, ആളുകൾ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ട്. അടുത്ത പോയിന്റ് ആണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സംഭവമൊക്കെ ശരിയാണ്, ആളുകൾ ജോയിൻ ചെയ്തു, ഇതിലൂടെ വിജയിക്കണം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്താ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യില്ല. ഒരു ഹോം മീറ്റിംഗ് നടത്താൻ പറഞ്ഞാൽ ഹോം മീറ്റിംഗ് നടത്തില്ല. ഒരു ഹോം ഷോപ്പ് തുടങ്ങാൻ പറഞ്ഞാൽ ഹോം ഷോപ്പ് തുടങ്ങില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് അവർക്ക് നമ്മൾ മനസ്സിലാക്കണം അതിന്റെ ഒരു പോയിന്റ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ടും, ഒരു ക്ലാസ് കേട്ടിട്ടും, ഒരു ഹോം മീറ്റിംഗ് കേട്ടിട്ടും, ഒരു ലീഡേഴ്സായിട്ട് സംസാരിച്ചിട്ടും അവർക്കൊരു ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരുടെ മനസ്സിൽ നമ്മളപ്പോ ഉറപ്പിക്കണം, അവരുടെ മനസ്സിൽ ആർസിമിനെ പ്രതി എന്തോ ഒരു നെഗറ്റിവിറ്റി ഉണ്ട്, എന്തോ സംശയമുണ്ട്, ഡൗട്ട് ഉണ്ട് അവർക്ക്. ആ ഡൗട്ട് എന്താണെന്ന് നമ്മൾ ഫോളോ അപ്പിലൂടെ കണ്ടെത്തി ആ ഡൗട്ടിനെ ക്ലിയർ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. ഇതാണ് മൂന്നാമത്തെ ഘട്ടം. ആളുകളൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്, പക്ഷെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് ക്ലിയർ ആയി വരുന്നില്ല. ഹോം മീറ്റിംഗ് ഒക്കെ നീട്ടി പോവാ. ഹോം ഷോപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്, പക്ഷെ ചെയ്യുന്നില്ല. മീറ്റിങ്ങിന് വരാന്ന് പറയുന്നുണ്ട്, പക്ഷെ മീറ്റിങ്ങിന് വരുന്നില്ല. നമ്മളെ ഫോണൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ പറയുന്നത് അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല, അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുന്നില്ല. അതിന് കാരണം അവർക്ക് എന്തെങ്കിലും ആസിമിനെ പ്രതി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്. ഒരു പക്ഷെ അവര് മറ്റുള്ള കമ്പനിയിൽ അവരെ പൈസ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ള ചിലപ്പോ കമ്പനി നിർത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരന്റെ കുറെ പൈസകളും അവരെ മുഖാന്തരം മറ്റുള്ള ആളുകളെ കുറെ പൈസക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടാവും. അതൊക്കെ ഉള്ളിൽ വെച്ചിട്ടായിരിക്കും, അതേപോലെ ആയിരിക്കും ഇത് എന്ന് ധരിച്ചിട്ടായിരിക്കും അവര് ചിലപ്പോൾ ചില ഡൗട്ടുകൾ അവരുടെ ഉള്ളിൽ, അത് നമ്മളോട് പറയില്ല, പക്ഷെ അവരുടെ ആയിട്ടുള്ള സമ്പർക്കത്തിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകള് ആണ്. പക്ഷെ അവര് ചെയ്യാൻ ഇപ്പോ വേണ്ടത്ര രീതിയിൽ മുന്നിട്ട് ഇറങ്ങുന്നില്ലെങ്കിൽ അവർക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഡൗട്ട് എന്താണെന്ന് മനസ്സിലാക്കി ക്ലിയർ ചെയ്യാൻ, അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ ഡൗട്ട് എന്താണെന്ന് മനസ്സിലാക്കി അവിടെ മുതിർന്ന ലീഡേഴ്സിനോട് ക്ലിയർ ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ ആ വ്യക്തി അടുത്ത സ്റ്റെപ്പിലേക്ക് കാൽ വെക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ക്ലിയർ ഡൗട്ട്, അതായത് നമ്മുടെ കൂടെ വന്ന ആളുകളെ ക്ലിയർ ഡൗട്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കലല്ല, ഫോളോപ്പിലൂടെ അതെന്താണെന്ന് മനസ്സിലാക്കി അവരെ ക്ലിയർ ചെയ്യാൻ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ അപ്പോൾ ആളുകൾ എന്ത് പറയും, ഇപ്പോൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ചെയ്തു കഴിയുമ്പോൾ ഇപ്പൊ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ, മുന്നത്തെ മാതിരിയല്ല. ഇത് പറഞ്ഞു കൊടുക്കുമ്പോ ഇപ്പൊ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വരുന്ന അടുത്തൊരു പ്രശ്നമാണ് ഇപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബിസിനസ് വരുന്നില്ല. ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ബിസിനസ് വരുന്നില്ല. നേരത്തെ എന്തായിരുന്നു, ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ ഷോ ദി പ്ലാൻ, ആർസിമിന്റെ വിഷയം കാണിച്ചു കൊടുക്കണം. ആർസിമിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് കാണിച്ചു കൊടുക്കണം. അത് കാണിച്ചു കൊടുക്കുമ്പോൾ ആളുകൾ ഇപ്പോൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പറഞ്ഞു കൊടുത്ത് മീറ്റിങ്ങിന് വരും, ഹോം മീറ്റിംഗ് ചെയ്യാൻ പറഞ്ഞു, ഹോം മീറ്റിംഗ് ചെയ്യും, പക്ഷെ ബിസിനസ് വരുന്നില്ല. ഇല്ലേ, ഇങ്ങനെ കാറ്റഗറി ഉണ്ടാവില്ലേ? പല കാറ്റഗറിയിലൂടെ കടന്നു വരുമ്പോൾ, കാരണം 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് അങ്ങനെയാണ് വരുന്നത്. ആ കാറ്റഗറിയിലൂടെ കടന്നു വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ബിസിനസ് വരുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. ബിസിനസ് വരുന്നില്ല എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിച്ചോ, അവര് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടാവില്ല സ്ഥിരമായിട്ട്.
അവര് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ തന്നെ അവര് ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അവരെ ഡെവലപ്പ് ചെയ്യാൻ അവര് പരിശ്രമിക്കുന്നുണ്ടാവില്ല എന്നർത്ഥം. അപ്പൊ ബിസിനസ് വരാത്ത ആളുകള് പ്രോഗ്രാമുകള് അറ്റൻഡ് ചെയ്യാത്ത ആളുകളായിരിക്കും. ഇനി അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓണത്തിന് സംക്രാന്തിക്കായിരിക്കും അറ്റൻഡ് ചെയ്യുക. സാറിന്റെ ഒരു ക്ലാസ് കേട്ടില്ലേ, പിന്നെന്തിനാ ഇപ്പൊ ഈ ക്ലാസ്സിന് പോണ്? ഗിരീഷ് സാറിന്റെ ഒരു ക്ലാസ്, ഞാൻ 2 ക്ലാസ് കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അത് മതിയില്ലേ ജീവിതകാലം മുഴുവൻ ഡയമണ്ട് ആവാൻ? സുഹൃത്തുക്കളെ, ഒരു ക്ലാസ്സിൽ 100 പോയിന്റ് പറയുന്നുണ്ടെങ്കിൽ 1 പോയിന്റ് ആയിരിക്കും നമുക്ക് ക്ലിക്കാവുക. 1 പോയിന്റ് ആയിരിക്കും ക്ലിക്കാവുക. അപ്പോൾ കൂടുതൽ പ്രോഗ്രാമുകളിൽ നിന്നാണ് കൂടുതൽ പോയിന്റും കൂടുതൽ തിരുത്താനും വിലയിരുത്താനും നമ്മൾ പഠിക്കാനും സാധിക്കുള്ളൂ. അതുകൊണ്ട് 10 ക്ലാസ്സിൽ ഇരുന്ന കാര്യം 11ാമത്തെ ക്ലാസ്സിൽ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ ആ ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റിൽ ഉൾക്കൊള്ളാൻ പറ്റുക. പല ആളുകളും പറയുന്നത് കേട്ടിട്ടില്ലേ? ഇപ്പോഴാണ് കേട്ടോ എനിക്ക് ശരിക്കും RC മനസ്സിലായത്. എത്ര വർഷം കഴിഞ്ഞിട്ട്? 6 വർഷം കഴിഞ്ഞിട്ട്. JRC ഗുഡ് RCM എല്ലാ ക്ലാസ്സിനും ആള് പങ്കെടുക്കും. ഡയറി ആണെങ്കിൽ 20 എണ്ണം എഴുതി തീർത്തു. ഡയറി ഇങ്ങനെ അട്ടി വെച്ചുക. പക്ഷെ ആ ഡയറിയിൽ എഴുതി വെച്ച ഒരു കാര്യം പ്രാവർത്തികമാക്കിയില്ല. പിന്നെ എന്താ കാര്യം എഴുതിയിട്ട്, അല്ലെ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് റിസൾട്ട് ഉണ്ടാവുക, ബിസിനസ് വരിക. അപ്പൊ കുറെ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തുകൊണ്ട് മാത്രമല്ല, ആ മീറ്റിങ്ങിന് പറയുന്ന കാര്യങ്ങള് നമ്മൾ പ്രാവർത്തികമാക്കുകയും ആ മനസ്സിലായ കാര്യം നമ്മുടെ ടീമംഗങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. പല ആൾക്കുണ്ട് RCM എന്താണെന്നറിയാം, RCM പറഞ്ഞു കൊടുക്കാൻ അറിയോ? ചില ക്ലാസ്സിന് ചോദിക്കുമ്പോൾ എനിക്ക് RCM പറഞ്ഞു കൊടുക്കാൻ അറിയാം. പക്ഷെ 10 ആളെ മുന്നിൽ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് RCM പറയാനായിട്ട്? ഞാൻ സുഗുണനെ വിളിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ സുശീലനെ വിളിക്കുന്നു, ഞാൻ ദാമോദരനെ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ദാമോദരൻ വരുമോ സ്റ്റേജിലേക്ക്? അപ്പോൾ RCM എന്താണെന്നറിയാം, പക്ഷെ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അപ്പൊ പറഞ്ഞു കൊടുക്കാൻ അറിയാത്ത ആളുകളെ കൂടെ എങ്ങനെ ആളുകൾ വരും? അപ്പോൾ ബിസിനസ് വരുന്നില്ലെങ്കിൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുകയും ആ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത കാര്യങ്ങള് പ്രസന്റ് ചെയ്യാൻ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, അവരുടെ മനസ്സിനെ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അവിടെ നമ്മൾ ശ്രദ്ധ കൊടുക്കണം. അതുകൊണ്ട് ബിസിനസ് വരുന്നില്ലെങ്കിൽ നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാത്ത ആളുകളായിരിക്കും. ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാത്ത ആളുകളാണ് ബിസിനസ് വരുന്നില്ല എന്ന് പറയുന്നത്. കാരണം ആളുകൾ വന്നു, ആളുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ആളുകൾ എന്തും ചെയ്യാൻ തയ്യാറാ, പക്ഷെ ബിസിനസ് കൊണ്ടുവരാൻ സാധിക്കാത്തതിന്റെ കാരണം അവർക്ക് എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം എന്ന് നമുക്കറിവില്ലാത്തതാണ്. അവർക്ക് എങ്ങനെ ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാനും അവരെ കൂടെ നിന്ന് പ്രവർത്തിക്കാനും ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കാനും നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ബിസിനസ് വളരാത്തത്. ആളുകൾ കുറെ വന്നു, ഉത്സവപ്പറമ്പിൽ ആള് വരുന്ന പോലെ വന്നാൽ കാര്യമില്ല. ആ ആളുകളെ നിയന്ത്രിക്കാനും ആ ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും ആ ആളുകൾക്ക് സ്കില്ല് ഡെവലപ്പ് ആക്കി കൊടുക്കണം. നമുക്ക് സ്കില്ല് ഉണ്ടെങ്കിലല്ലേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് മാർക്കറ്റിംഗ് പ്ലാൻ ബോർഡിൽ എഴുതി പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിൽ നമ്മുടെ ടീമംഗങ്ങളെ എങ്ങനെ പഠിപ്പിക്കും? അതുകൊണ്ട് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിവ് കിട്ടും, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കഴിവ് കൂടും. അപ്പോൾ അറിവുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അറിവ് കഴിവാക്കി മാറ്റുമ്പോഴാണ് നമ്മൾ ആ അറിവ് പകർന്നു കൊടുക്കാൻ പറ്റുന്നത്. അല്ലെ, എനിക്ക് എല്ലാ കാര്യത്തിനും അറിവുണ്ട്, പക്ഷെ ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ എനിക്കറിയില്ല. അപ്പൊ ആ അറിവുകൊണ്ട് എന്താ കാര്യം? അതാണ് കുടുക്കൽ വെച്ച നിധി. അതായത് നിധി കാക്കുന്ന ഭൂതത്തിന്റെ പോലെ ആയിരിക്കും. നിധി കാക്കുന്ന ഭൂതം. ഈ നിധി കാത്തിട്ട് ഭൂതത്തിന് വല്ല കാര്യമില്ല. അന്നാ ഭൂതം ആർക്കെങ്കിലും വിട്ടുകൊടുക്കോ? അതുമില്ല. അപ്പൊ നിധി കാക്കുന്ന ഭൂതമായിട്ട് അറിവ് വെച്ചോണ്ടിരുന്ന കാര്യമില്ല. അറിവ് പകർന്നു കൊടുക്കാനായിട്ട് പറ്റണം. മറ്റുള്ളവർക്ക് ഗുണകരമാക്കി പകർന്നു കൊടുക്കാൻ പറ്റുമ്പോഴാണ് ബിസിനസ് വളരുള്ളൂ. അത് പകർന്നു കൊടുക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ മർമ്മപ്രധാനം എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഒരാളോട് എങ്ങനെയാണ് ബോധ്യപ്പെടുത്തേണ്ടത്, ആദ്യമായിട്ട് കാണുന്ന ആളോട് എങ്ങനെ സംസാരിക്കണം, ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ എങ്ങനെ സംസാരിക്കണം, അതൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മുടെ സ്കില്ല് കൂട്ടണം, സംസാര ശൈലി കൂട്ടണം, നമ്മുടെ ക്ഷമ ഉണ്ടാവണം. ഇതൊക്കെ വരണമെങ്കിൽ നമുക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. അതുകൊണ്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ ആളുകൾക്ക് അപ്പൊ മനസ്സിലാവും ഇപ്പോൾ ബിസിനസ് വരുന്നുണ്ട്. അല്ലെ, എത്രാമത്തെ ഘട്ട? 5ാമത്തെ ഘട്ടാണ്. അപ്പൊ 1ാമത്തെ ഘട്ടത്തിൽ എന്താണ്? ആ ആളുകളെ കിട്ടുന്നില്ലേ ജോയിനിങ് കഴിയുമ്പോൾ, അപ്പൊ ഇതിന് മേക്ക് എ ലിസ്റ്റ്. 2ാമത്തെ ഘട്ടത്തിൽ എന്താണ്? ഇപ്പോൾ ആളെ കിട്ടുന്നുണ്ട്, പക്ഷെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അതാണ് ഷോ ദി പ്ലാൻ. RCM എന്താന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഷോ ദി പ്ലാൻ പറയുമ്പോൾ ആൾക്ക് മനസ്സിലായി RCM എനിക്ക് നേട്ടമുള്ളതാണ്. ഇപ്പോൾ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അവർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഡൗട്ട് കഴിഞ്ഞു കഴിയുമ്പോഴാണ് ഇപ്പോൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ബിസിനസ് വരുന്നില്ല. ബിസിനസ് വരാത്ത ആളുകൾ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ 5ാമത്തെ ഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. എന്താണ്? ആ ബിസിനസ് വരുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ട്രെയിനിങ്
നിരന്തരം അറ്റൻഡ് ചെയ്യുക, പ്രോഗ്രാം നിരന്തരം അറ്റൻഡ് ചെയ്യുക. ഇത് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ബിസിനസ് വരുള്ളൂ. അപ്പോൾ ഇത് നമ്മള് ട്രെയിനിങ് സ്കില്ല് കൂട്ടണം, ഡെവലപ്പ് ചെയ്യണം. നമ്മൾ ആളുകളോട് പറഞ്ഞു കൊടുക്കാനുള്ള സ്കില്ല് കൂട്ടിയാൽ ഇപ്പോൾ നന്നായി ബിസിനസ് വരുന്നുണ്ട്. അടുത്തൊരു ഘട്ടമാണ് ആറാമത്തെ. ബിസിനസ് ഒക്കെ വന്നു, പിന്നെ അങ്ങടെ ഒരു നിശ്ചലമായിട്ട് നിൽക്കണം, സ്റ്റഡി. ചില കാളവണ്ടിയൊക്കെ കണ്ടിട്ടുണ്ടാ? ചില ആദ്യത്തെ സമയത്തൊക്കെ കാളവണ്ടി ലോഡ് കയറ്റി കാളവണ്ടി ഇങ്ങനെ പോകുമ്പോൾ ആ കയറ്റം കേറിയില്ല എന്നുള്ള സ്ഥലത്ത് വന്നിട്ട് അങ്ങടെ ഒറ്റ നിൽപ്പാ കാള, പിന്നെ വലിക്കില്ല. ആ നേരത്തുണ്ട് കാളവണ്ടിക്കാർ അവിടെ ഊടൊക്കെ വെച്ച് നിർത്തും. അങ്ങനെ ചില ആളുകളുടെ ബിസിനസ് ഈ റോയൽറ്റിയിലേക്കൊക്കെ കടന്നിട്ടുള്ള ആളുകളെ സ്ഥിതി അതാണ്. ഒരു റോയൽറ്റി, സ്റ്റാർ പ്ലാറ്റിനം, ടെക്നിക്കല്, ഇതൊക്കെ വന്നിട്ടുള്ള ആളുകളെ അതുവരെയാണ് മറ്റുള്ള പ്രശ്നങ്ങള്. അത് കഴിഞ്ഞു കഴിയുമ്പോൾ എന്താണ്? അത് കഴിയുമ്പോ പിന്നെ ഒരൊറ്റ നിൽപ്പ, അങ്ങടുമില്ല ഇങ്ങടുമില്ല. അപ്പൊ ലിവറേജ് കിട്ടുന്നില്ല. അടുത്ത പ്രശ്നമാണ്, അങ്ങോട്ട് വലിച്ചു കയറാൻ പറ്റുന്നില്ല, ഒറ്റ നിൽപ്പ. ചിലവർ ആ നിൽപ്പിന്ന് താഴേക്ക് പോവും. അല്ല, ചില കാളവണ്ടി ഊട് വെച്ചാൽ നിൽക്കില്ല. നല്ല ലോഡാണെങ്കിൽ കാളവണ്ടി അടിയിലേക്ക് പോവും. പിന്നെ ചവിട്ടി കാരണം. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സ്ഥിതി വന്നിട്ടുള്ള ആളുകളുണ്ടാവും. കാരണം അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, പിന്നെ പിന്നാക്കം തന്നെയുള്ള കുഴിയാനാരെ പോലെ ബിസിനസ് ഇങ്ങനെ അടിയിലേക്ക്. ആള് ടെക്നിക്കൽ ലീഡറാണ്, പക്ഷെ ആള് ബിസിനസ് ക്ലോസ് ചെയ്യുമ്പോൾ ഓപ്പണറാ. JRCയും ഗുഡാർസിയും. ഞാൻ സ്റ്റാറാണ്, പക്ഷെ ഞാൻ സ്റ്റാറായതിന്റെ പിന്നത്തെ മാസം തൊട്ട് സ്റ്റാർട്ടറാ. ഇല്ലേ സുഹൃത്തുക്കളെ? നമ്മൾ നമ്മുടെ ബിസിനസിന്റെ സ്റ്റഡി ആയിട്ടുണ്ടോ, നമ്മുടെ ബിസിനസിന് പവർ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഒരു സൂത്രവാക്യമുണ്ട്. എന്താന്ന് പറയട്ടെ? ഒരു സൂത്രവാക്യമുണ്ട്. നമ്മൾ ഏത് പൊസിഷനിലാണോ നമ്മൾ നിൽക്കുന്നത്, ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് അടിയിലുള്ള പൊസിഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയോ ചെയ്യുന്ന ആളാണ് യഥാർത്ഥത്തില് ടീം ബിസിനസ് കൃത്യമായി ചെയ്യുന്ന ആളുകൾ. അല്ലെങ്കിൽ ടീമിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആ സിസ്റ്റം പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ടീം എന്ന് പറയാൻ അതാണ് പറ്റുള്ളൂ. അതുകൊണ്ടാണ് TCG പോലും നിലവിൽ നിൽക്കുന്ന ഒരു പൊസിഷന്റെ ഒരു സ്റ്റെപ്പ് അടിയിലേക്ക് വന്നാൽ പോലും നമുക്ക് ബോണസ് തരാൻ തയ്യാറായത്. ഈ ബിസിനസിന്റെ തത്വം എങ്ങനെയാണ്, ഡിസൈൻ എങ്ങനെയാണ് ഗ്രാഫ്. അതായത് മുന്നോട്ട് കയറും, ഒരു പടി ചിലപ്പോൾ പിന്നോക്കം പോരും. പറഞ്ഞിട്ടില്ലേ, പുലി പതുങ്ങുന്നത് പിന്നോട്ട് ഓടാനല്ല, കുതിക്കാനാണ്. ഈ ബിസിനസ്സിൽ അങ്ങനെയാണ്. ഒരു മുന്നേറ്റം വന്നു കഴിഞ്ഞാൽ ഒന്ന് താഴേക്ക് ചാടും, പക്ഷെ ഒരു സ്റ്റെപ്പ് അപ്പുറത്തേക്ക് താഴേക്ക് വരാൻ നമ്മൾ അനുവദിക്കരുത്. ഓപ്പണർ ലെവലിൽ നിൽക്കുന്ന ഒരാൾക്ക് വീണ്ടും സ്റ്റാർട്ടർ ആയാൽ ബോണസ് ഇല്ലാട്ടാ, അതും കൂടി പറയണം. ബോണസ് ഇല്ല. ഈഗിൾ നിൽക്കുന്ന ഒരാള് അദ്ദേഹം ഓപ്പണറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ബോണസ് കിട്ടും. ഒരു സ്റ്റെപ്പ് താഴാൻ കുഴപ്പമില്ല. പക്ഷെ അതിൽ വിട്ട് താഴുന്നുണ്ടെങ്കിൽ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ബിസിനസിനെ ഒന്ന് വിലയിരുത്തേണ്ടത്. നമ്മൾ നിൽക്കുന്ന ലെവല് ഒരു സ്റ്റെപ്പ് താഴാം, നിങ്ങളുടെ ബിസിനസ് സ്റ്റഡിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് വിട്ട് താഴുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഇനിയും സ്റ്റഡി ആക്കാനുണ്ട്, ബിസിനസ്സിൽ വളർച്ച കൊണ്ടുവരാനുണ്ട്. നിങ്ങളുടെ ബിസിനസ് ഇന്നല്ലെങ്കിൽ നാളെ തകരാനുള്ള സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. അതുകൊണ്ട് കൂടുതൽ എക്സ്ട്രാ പ്രവർത്തനം നമ്മൾ ചെയ്യണം, അല്ലെ? അതായിരിക്കണം. പല ആളുകളുണ്ട് ആ രീതിയിൽ നമ്മൾ എന്താണ്, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ബിസിനസ് വന്നു, ആ ബിസിനസ് നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു സ്റ്റെപ്പ് താഴാം, പക്ഷെ കൂടുതൽ സ്റ്റെപ്പ് താഴുന്നുണ്ടെങ്കിൽ നമ്മുടെ അടിത്തറ സ്ട്രോങ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് വീണ്ടും ഡെപ്തിൽ പണിയെടുക്കാനുണ്ടെന്ന് അർത്ഥം. ഞാൻ പറയാറുണ്ട്, പല ആളുകളും ചില സമയത്തൊക്കെ സ്റ്റാർ ആവും, റോയൽറ്റി ആവും, ആവും. അത് അവരുടെ കപ്പാസിറ്റിയാണ്. പക്ഷെ അടിച്ചായതിനു ശേഷം, ആ അച്ചീവ്മെന്റ് ആയതിനു ശേഷം ആ വാർക്കാര മോളിൽ നിന്ന്, വാർക്ക നടന്നോട്ടെ, പക്ഷെ വാർക്കാര മോളിൽ നിന്ന് അടിയിലേക്ക് ഇറങ്ങി ആ വാർക്ക എങ്ങനെയാ നിൽക്കുന്നതെന്ന് നോക്കണം. മുട്ടുമ്മ വാർക്ക നടത്താം, ചുമര് പറന്നിട്ടും വാർക്ക നടത്താം. പക്ഷെ വാർക്കാര മോളിൽ ഇരുന്നിട്ട് മുട്ടുമ്മ വാർക്ക നിർത്തിയിട്ടുള്ള ബോധ്യം നമുക്കുണ്ടാവണം. അടിയിൽ വന്ന് ആ കല്ല് വെച്ച് പണിയാൻ തയ്യാറാവണം. അതായത് ഡെപ്തില് ആ ലീഡർ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാതെ അച്ചീവ്മെന്റിൽ വന്നാൽ ആ അച്ചീവ്മെന്റ് നിലനിർത്താൻ സാധിക്കില്ല. ചീട്ട് കൊട്ടാരം പോലെ തകരും. മുള കൊണ്ടുള്ള മുട്ട് എത്ര കാലം നിൽക്കും? ആ വാർക്ക മുള ദ്രവിച്ചു കഴിയുമ്പോൾ ആ വാർക്ക വീഴും. അതുകൊണ്ട് വാർക്ക നടത്തിക്കോ, നല്ല കാര്യം. പക്ഷെ വാർക്ക നടത്തിയതിനു ശേഷം അടിയിൽ വന്ന് മുട്ടെത്തിച്ച് മുട്ട് മാറ്റി അവിടെ ചുമര് പണിത് അത് സ്ട്രോങ് ആക്കാൻ തയ്യാറാവണം. എന്നിട്ടാണ് അടുത്ത വാർക്ക നടത്താൻ നമ്മൾ തയ്യാറെടുക്കേണ്ടതുള്ളൂ. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? പല ആളുകൾ വാർക്കര മുകളിൽ വീണ്ടും വാർക്ക, ഈ വാർക്ക നിൽക്കുന്ന മുട്ടുമയാ. JRCയും ഗുഡാർസിയും ഇത്തിരി പച്ചയ്ക്ക് തന്നെയാണ് പറയുന്നത്, കിടന്നോട്ടെ, ഗുണം ചെയ്യും. അതുകൊണ്ട്
നമ്മൾ ഓരോ ലെവലുകളും നമ്മൾ സിസ്റ്റമാറ്റിക് ആയ പ്രവർത്തനത്തിലൂടെ നമ്മുടെ അടിത്തറ സ്ട്രോങ് ആയി നമ്മുടെ നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്തിട്ടായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെയും നമുക്ക് അച്ചീവർ ആവാം. പക്ഷെ അച്ചീവർ ആവുമ്പോൾ നമുക്ക് എന്താണ്, ആ പൊസിഷൻ പവർ കിട്ടും. ആ പൊസിഷൻ പവർ വന്നാൽ നമ്മുടെ ടീം അംഗങ്ങൾ നമ്മളെ അംഗീകരിക്കാൻ തയ്യാറാവും. ആ പൊസിഷൻ പവറിൽ നിന്നിട്ട് തന്നെ നമുക്ക് ഡെപ്തിൽ സ്പീഡായിട്ട് അച്ചീവ്മെന്റ് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റാറിലൊക്കെ വരുമ്പോൾ കൂടുതൽ ട്രെയിനിങ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ പല ആളുകളും ഇന്ന് സ്റ്റാറായി ഇവിടെ വന്നിട്ടുള്ള ട്രെയിനിങ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്പീഡ് അച്ചീവ്മെന്റ് വരാൻ വീണ്ടും സാധിച്ചിട്ടുണ്ട് അവർക്ക്. അതുകൊണ്ട് ആ പൊസിഷൻ വരണ്ടെന്നല്ല അതിനർത്ഥം. ആ പൊസിഷൻ വന്നാൽ അറിവുകൾ കൂടുതൽ കിട്ടും, ലീഡേഴ്സ് ആയിട്ടുള്ള ആ ട്രെയിനിങ് കൂടുതൽ കിട്ടും. ആ ട്രെയിനിങ് നമ്മളെ ഏറ്റവും പവർഫുൾ ആളായിട്ട് മാറ്റും. അത് നമുക്ക് ഏറ്റവും ഡെപ്തില് നമുക്ക് നല്ല വർക്ക് കൊടുത്ത് നമ്മുടെ ടീമിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുള്ള അറിവുകൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് സ്പീഡായിട്ട് മുന്നേറാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ വിലയിരുത്തണം, ഞാൻ ഏത് അച്ചീവ്മെന്റ് ആണ്, ആ അച്ചീവ്മെന്റിൽ നിന്ന് എത്ര സ്റ്റെപ്പ് ഞാൻ താഴേക്ക് പോകുന്നുണ്ട്. ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ എഫർട്ട് എടുക്കണം. എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യുന്നവർക്കാണ് എക്സ്ട്രാ ഓർഡിനറി ആവാൻ പറ്റുള്ളൂ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെയ്യുന്ന റിസൾട്ടിനാണ് കിട്ടുന്ന റിസൾട്ടാണ് കിട്ടുകൊണ്ടിരിക്കുള്ളൂ. നമ്മൾ വ്യത്യസ്തമായ റിസൾട്ട് കിട്ടണമെങ്കിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യണം. അതും സിസ്റ്റത്തിന് അനുയോജ്യമായ കാര്യങ്ങൾ, അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനല്ല. പലരുണ്ട്, എഞ്ചിനീയർ ആണ്, വക്കീലാണ്, പല നെറ്റ്വർക്കിലും മികവുള്ള പ്രഗത്ഭനാണ്, ഞാൻ അവിടെ അച്ചീവ്മെന്റ് നേടിയിട്ടുണ്ട്, ഇവിടെ അച്ചീവ്മെന്റ് നേടിയിട്ടുണ്ട്, ഞാൻ പല നെറ്റ്വർക്കിലും ചെയ്തിട്ടുണ്ട്. ഒക്കെ ചെയ്തോ, എന്തും ചെയ്തോ, ആർസിഎമ്മിന്റെ സിസ്റ്റം നമ്മൾ മനസ്സിലാക്കി പഠിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാതെ നമുക്ക് എത്ര കങ്കമനായാലും ആർസിഎമ്മില് കക്ക വരയ്ക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. പല കങ്കമ്മമാര് വന്നിട്ടുണ്ട്, അവരൊന്നും ആയിട്ടില്ല. കങ്കമ്മനാവണമെങ്കിൽ ആർസിഎമ്മിന്റെ 21 സ്റ്റെപ്പ് നമ്മൾ പാലിക്കണം. ലീഡേഴ്സ് ആയിട്ടുള്ള നല്ല സമ്പർക്കം വേണം. നല്ല ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ, അവർക്ക് തന്റെ കൂടെ വന്നവരെ വിജയിപ്പിക്കാനുള്ള ഒരു ആവേശവും അല്ലെങ്കിൽ ഒരു കെയറിംഗ് മെന്റാലിറ്റിയും നമുക്ക് ഉണ്ടാവണം. നമ്മുടെ ടീമിന്റെ ഒപ്പം നിൽക്കുന്ന ഒരു വ്യക്തി ആവണം. അല്ലാതെ ടീം അംഗങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് കാശ് മേടിച്ച് പെട്ടിയിലിടാം എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വപ്നമായിട്ട് മാറും എന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. കാരണം പല ആളുകളും അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഇന്ന് വരെ ഒന്നും ആയിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യണം, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം, നമ്മുടെ കപ്പാസിറ്റി ഉയർത്തണം. അപ്പോൾ അതിന് പരിഹാരമായിട്ട് എന്താണ്, ഇപ്പോൾ ബിസിനസ് വരുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പാണ് ഞാൻ പറഞ്ഞത്, ലിവറേജ്. ആ സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പിന്നെ കയറാൻ പറ്റുന്നില്ല, ഇങ്ങനെ നിൽക്കാണ്. 2 വർഷം 3 വർഷം 4 വർഷമായിട്ട് ചിലവര് സ്റ്റാറില്, ചിലവര് ഗോൾഡില്, ചിലവര് സ്റ്റാർ ഗോൾഡില്, ചിലവര് പ്ലാറ്റിനത്തില്, ചിലവര് സ്റ്റാർ പ്ലാറ്റിനത്തിൽ കിടന്ന് ഇങ്ങനെ ഉഴുതുകൊണ്ടിരിക്കുക. വിളവിറക്കാനും പറ്റുന്നില്ല, വിളവെടുക്കാനും പറ്റുന്നില്ല. ഈ ഉഴല് മാത്രമാണ് ബാക്കി. അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന് പരിഹാരം നമ്മുടെ ടീമില് ആളുകൾ വന്നിട്ടുണ്ട്, മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്, ടീം വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ അങ്ങനെയുള്ള ആളുകൾ ബിസിനസ് ലിവറേജ് കിട്ടുന്നില്ല, അത് കയറാൻ പറ്റുന്നില്ല എന്ന് നമ്മുടെ ഓട്ടം മാത്രം ബാക്കി എന്നുള്ള ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ നമ്മൾ നോക്കണം, ഡ്യൂപ്ലിക്കേഷൻ വരുന്നുണ്ടോ, അതായത് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടോ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഫോളോവേഴ്സ് അല്ല നമുക്ക് വേണ്ടത്, ഫോളോവേഴ്സ് ആണ് നമ്മുടെ കൂടെ വരിക. നമ്മളൊരു ഫോളോവർ ആവണം. ആരുടെ ഫോളോവർ? നമ്മുടെ ലീഡറുടെ ഫോളോവറിൽ നമ്മൾ ഒരാളായിട്ട് മാറണം. പക്ഷെ ഫോളോവർ ആയിട്ട് നിൽക്കുന്ന വ്യക്തിക്ക് ഫോളോവറെ തന്നെയായിട്ട് മാറാനാണ് പറ്റുള്ളൂ. എന്റെ ടീമിൽ വരുന്ന ആളുകളെയും ഫോളോവർ ആക്കാനാണ് പറ്റുള്ളൂ. ARCയും ഗുഡാസയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ എന്റെ ലീഡർക്ക് ഫോളോവർ ആവണം. എന്റെ ലീഡർ ഫോളോ ചെയ്യുന്ന ആളായിരിക്കണം ഞാൻ, വളരെ പ്രധാനമാണ്. ശരി, ഞാൻ ഫോളോവർ മാത്രമാണ് എന്നുണ്ടെങ്കിൽ എന്റെ ടീം അംഗങ്ങൾ, എന്റെ കൂടെ വരുന്ന ആളുകളും ഫോളോവർ മാത്രമായിട്ട് നിൽക്കും. പക്ഷെ എന്റെ ലീഡറുടെ ആ ലീഡേഴ്സ് കാറ്റഗറിയിൽ എന്റെ ലീഡർ എന്റെ പേര് എഴുതിയിട്ടുണ്ടോ? ARCയും ഗുഡാർസിയും. എന്റെ ലീഡർ ഒരു ഡ്യൂപ്ലിക്കേഷൻ ആണോ? ഞാൻ സിസ്റ്റമാറ്റിക് ആയ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ? എന്റെ ലീഡർ എന്നെ ഒരു ലീഡറുടെ കാറ്റഗറിയിൽ അംഗീകരിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയും ലീഡേഴ്സ് വളർന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഫോളോവേഴ്സിനെ കൂട്ടിയത് കൊണ്ട് എന്ത് സംഭവിക്കും? ലീഡർ നമ്മൾ ഒരാളുള്ളൂ, ഫോളോവേഴ്സ് ഇഷ്ടം പോലെയാ. കാരണം ആട്ടപ്പടിനെ പറ്റി പറഞ്ഞാൽ ആട്ടപ്പടി ഉപയോഗിക്കും, തവടനെ പറ്റി പറഞ്ഞാൽ തവടണ ഉപയോഗിക്കും. പക്ഷെ അവര് മുഖാന്തരം ഒരാളെ തവടണ ഉപയോഗിപ്പിക്കണമെങ്കിൽ അവര് ലീഡർ ആവണം. അവര് കൂടെ കുറെ ആളുകൾ വന്നു,
പക്ഷെ അവരെ കൂടെ ബിസിനസ് ചെയ്യുന്ന ആളുകളാക്കി മാറ്റണമെങ്കിൽ അവർ ലീഡർ ആവണം. കുറെ ആളുകളെ കൊണ്ടുവരാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ അവരെ ഒരു ലീഡർ ആക്കാൻ എല്ലാവർക്കും പറ്റില്ല. അത് ലീഡർ ആവുന്ന അല്ലെങ്കിൽ സ്വയം ലീഡറായിട്ട് അംഗീകരിക്കുന്ന ഒരു ലീഡർ ചെയ്യേണ്ട മാനദണ്ഡങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് അവരുടെ ടീമിൽ ലീഡർ ആക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് എന്റെ ബിസിനസ് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നു, മുന്നോട്ട് പോകുന്നില്ല എന്ന് ആരെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമില് ലീഡേഴ്സിന്റെ ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടില്ല. JR സിംഗ്, ഗുഡാർസിയം, നിങ്ങളുടെ ടീമില് ഹോം മീറ്റിംഗ് എടുക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളുടെ ടീമില് ഒരു ഹോൾ പ്രോഗ്രാമില് സ്റ്റേജില് ഒരു വിഷയം കൊടുത്താൽ കൈകാര്യം ചെയ്യുന്ന എത്ര പേരുണ്ട്? നിങ്ങളുടെ ടീമില് ഹോം മീറ്റിംഗിൽ സംഘടിപ്പിച്ച് ഹോം മീറ്റിംഗ് നേതൃത്വം കൊടുത്ത് അവരുടെ ടീമിനെ കൂട്ടിയണക്കി പ്രോഗ്രാമിലും ട്രെയിനിങ്ങിലും അറ്റൻഡ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കുന്ന എത്ര പേരുണ്ട്? അതിനടിസ്ഥാനത്തിലായിരിക്കണം നിങ്ങളുടെ ടീമിന്റെ വളർച്ച. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഓരോ ഘട്ടത്തിൽ വരുമ്പോൾ അവിടെ ഡ്യൂപ്ലിക്കേഷൻ വന്നില്ലെങ്കിൽ കൂലിപ്പണി ചെയ്യുന്ന പോലെ ആർസിം ചെയ്യേണ്ടി വരും. ആർസിം കൂലിപ്പണി എന്നല്ല സൈറ്റില്, ആർസിം കൂലിപ്പണി എന്നല്ല സൈറ്റില്, ആർസിം ബിസിനസ് ലോകം കണ്ടതിലെ ഏറ്റവും വലിയ ബിസിനസ്. അതുകൊണ്ട് ആർസിമിന്റെ സിസ്റ്റം പാലിച്ച് അവിടെ ആർസിമിന്റെ സ്മാർട്ട് വർക്ക് ആയിരിക്കും ചെയ്യേണ്ടത്, ഹാർഡ് വർക്ക് അല്ല. ഹാർഡ് വർക്ക് ചെയ്യണം, അത് പിന്നെ സ്മാർട്ട് വർക്കിലേക്ക് മാറണം. ഹാർഡ് വർക്ക് ചെയ്യണം, അത് സ്മാർട്ട് വർക്കിലേക്ക് മാറണം. എന്നും ജീവിതകാലം മുഴുവൻ ഹാർഡ് വർക്ക് ചെയ്യാനാണെങ്കിൽ നമ്മൾ മറ്റുള്ള ജോലിക്ക് പോയാൽ മതി. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ലീഡേഴ്സിനെ ഡ്യൂപ്ലിക്കേഷൻ വളർത്തണം. ഡ്യൂപ്ലിക്കേഷന് എന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യൂ എന്ന് പറയുമ്പോൾ ഞാൻ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യുന്ന ആളായിരിക്കണം, എന്നാലാണ് അവൻ ഡ്യൂപ്ലിക്കേഷൻ ചെയ്താൽ അവൻ ലീഡർ ആവുള്ളൂ. ഞാൻ മീറ്റിങ്ങിന് പോവാത്ത ആളാണെങ്കിൽ എന്നെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവനും മീറ്റിങ്ങിന് പോവാത്ത ആളായിട്ട് മാറും. JR സിംഗ്, ഗുഡാർസിയം, എന്റെ ഉപയോഗം ആർസിമിലെ തവിടിനെയും അട്ടപ്പടിയും മാത്രമാണ്, എന്നെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവൻ അത് തന്നെയാണ് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുള്ളൂ. പക്ഷെ ഞാൻ 5000 PV 10000 PV എന്ന് വേണ്ട 25000 PV ചെയ്യുന്ന ആളാണെങ്കിൽ അവനും അത് ചെയ്യാൻ തയ്യാറാവും. ഞാൻ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യാൻ തയ്യാറുള്ള ആളാണെങ്കിൽ അവനത് ചെയ്യാൻ തയ്യാറാവും. അതുകൊണ്ട് എന്റെ ഡ്യൂപ്ലിക്കേഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കൃത്യമായിട്ട് സിസ്റ്റം പാലിക്കുന്ന ആളാണോ എന്ന് നമ്മൾ വിലയിരുത്തണം. അപ്പോഴാണ് ഡ്യൂപ്ലിക്കേഷനിൽ നമുക്ക് ബിസിനസ് ഉണ്ടാവുള്ളൂ. അല്ലാതെ ഞാനൊന്നും ചെയ്യാത്ത ആളാണെങ്കിൽ എന്റെ ഡ്യൂപ്ലിക്കേഷൻ വരണം എന്ന് ആഗ്രഹിച്ചാൽ ആ വ്യക്തികളും ഒന്നും ചെയ്യാത്ത ആളുകളായിട്ട് മാറുള്ളൂ. ഒരു പറയാറില്ലേ, ഒരു ഞണ്ടിന്റെ കഥ, ഞണ്ടിന്റെ കഥ അതും കൂടി പറഞ്ഞിട്ട് അടുത്ത പോയിന്റും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഞണ്ട് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓരോരുത്തരും കണ്ടിട്ടുണ്ടാവും. ഞണ്ട് ഇങ്ങനെ ചെരിഞ്ഞ് നടക്കുള്ളൂ. അപ്പൊ ഒരു ദിവസം ഞണ്ടിന്റെ അച്ഛനമ്മയുമായിട്ടുള്ള ഞണ്ടിന്റെ മകനെ ഒരു കല്യാണക്കാര്യം വന്നു. അങ്ങനെ കല്യാണത്തെ പെണ്ണിന്റെ വീട്ടുകാരൊക്കെ വരുന്ന സമയത്ത് അമ്മ മകനോട് പറഞ്ഞു കൊടുക്കാണ്, മോനെ, പെണ്ണിന്റെ വീട്ടുകാരൊക്കെ വരുമ്പോ നിന്റെ ഈ കിർണ എന്ന് പറഞ്ഞിട്ടുള്ള ആ നടക്കാതെ നീ നേരെ നടന്നോളോട്ടാ. നേരെ നടന്നോല്ലോ, എന്നാലാണ് അവർക്ക് പെട്ടെന്ന് നിന്റെ നടത്തിൽ ഇതിലൊക്കെ നല്ല ഗഡ്സും ഇതൊക്കെ വേണം, നീ നേരെ നടന്നോളൂ അവരെ മുന്നിൽ. അപ്പൊ മോൻ പറഞ്ഞു, അമ്മ ഇങ്ങനെ നടന്നാ മതിയാ എന്ന് പറഞ്ഞ് ഞണ്ടിന്റെ മകൻ നടന്നു കാണിക്കാണ് അമ്മയുടെ മുന്നിൽ. അപ്പോ ഞണ്ട് അപ്പോഴും ചെരിഞ്ഞാണ് പോണുള്ളൂ. അപ്പോ അമ്മ പറഞ്ഞു, നിന്നോടല്ല പറഞ്ഞേ, നീ നേരെ നടക്കാനായിട്ട്, നീ അച്ഛന്റെ മാതിരി തന്നെയാണ്, പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കില്ല, നീ നേരെ നടക്കണം മോനെ. അപ്പൊ ചെക്കൻ വീണ്ടും, അമ്മ നോക്കിക്കോട്ടാ ഞാൻ നടക്കാം എന്ന് പറഞ്ഞ് ചെക്കൻ വീണ്ടും നടന്നു. ചെക്കൻ വീണ്ടും നടന്നിട്ട് ഈ ചെരിഞ്ഞാണ് പോകുള്ളൂ. അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് ഒരു വടി എടുത്തിട്ട് 4 പെടങ്ങൾ കൊടുത്തു. നിന്നോട് പറഞ്ഞ കേൾക്കില്ല അല്ലെ. അപ്പൊ ചെക്കനാകെ ദേഷ്യം വന്നിട്ട് ചെക്കൻ പറഞ്ഞു, അന്ന ഒരു കാര്യം ചെയ്യ്, അമ്മ ഒന്ന് നടന്നു കാണിക്ക്, അമ്മ നടന്നു കാണിച്ചിട്ട് ഞാൻ അതുപോലെ ചെയ്യാം. അപ്പൊ അമ്മ പറഞ്ഞു, മോനെ നോക്കിക്കോട്ടാ, നീ പെണ്ണിന്റെ വീട്ടുകാർ വരുമ്പോ ഇങ്ങനെ നടക്കണം, നീ നോക്കിക്കോട്ടാ എന്ന് പറഞ്ഞു ഈ അമ്മ നടക്കാൻ തുടങ്ങി. അമ്മ നടക്കുന്നതും ഈ ചെരിഞ്ഞാണ്. JR സിംഗ്, ഗുഡാർസിയം. അതുകൊണ്ട് നമ്മൾ ആർസിമില് ചെരിഞ്ഞ് നടക്കുകയും നമ്മുടെ മക്കള് അല്ലെങ്കിൽ നമ്മുടെ ടീമുകൾ നേർവഴിക്ക് നടക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ അത് ചെയ്ത് കാണിച്ചാൽ മാത്രമാണ് അവർ ആ രീതിയിൽ നടക്കുള്ളൂ. അതുകൊണ്ട് നമ്മുടെ നടത്തം ശരിയാക്കാതെ മറ്റുള്ളവരെ നടത്താൻ ശരിയാക്കാൻ നമ്മൾ നോക്കരുത്. അതുകൊണ്ട് നമ്മൾ സിസ്റ്റമാറ്റിക് ആയ കാര്യങ്ങൾ ചെയ്യാതെ എന്റെ ടീമില് ആളുകൾ വരുന്നില്ല, ആളുകൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ആളുകളൊന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, എന്റെ ബിസിനസ് കൂടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാനാണ് മാറേണ്ടത്, ഞാനാണ് തിരുത്തേണ്ടത്. ഞാൻ എന്താണോ എന്റെ ലീഡേഴ്സ് കൃത്യമായിട്ട് ആക്റ്റീവ് എഫക്റ്റീവ് ഗ്രോയിങ് അപ്ലൈൻ ലീഡേഴ്സ് പറയുന്നത് അത് നമ്മൾ കേൾക്കാൻ തയ്യാറാവാം. അപ്പോൾ ഈ ഒരു ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫോട്ടോ കോപ്പി മെഷീനൊക്കെ പറ്റി പറയാറുണ്ട്. നമ്മൾ ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ കോപ്പി മെഷീൻ ആണെങ്കിലാണ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത്, അതും ക്ലിയർ ആയിട്ട് വരുള്ളൂ. ഇത് തന്നെ ക്ലിയർ അല്ലെങ്കിൽ, അക്ഷരം തിരിയുന്നില്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് അതുപോലെ തന്നെയായിരിക്കും. സിമ്പിൾ ആണ്.
അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ പിന്നെ നമ്മൾക്ക് ഇപ്പോ ലിവറേജ് കിട്ടുന്നുണ്ട്, ഇപ്പോ വണ്ടി വലിച്ചു കയറുന്നുണ്ട്, ബിസിനസ് വരുന്നുണ്ട്. ഈ കാര്യം ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് മനസ്സിലാവും. പിന്നെ അടുത്ത വരുന്ന ഒരു കാര്യമാണ്, ഇത്രയും കാര്യങ്ങൾ മറികടന്നു കഴിയുമ്പോൾ, അതായത് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ എമറാൾഡ്, സ്റ്റാർ എമറാൾഡ്, റൂബി ഇതൊക്കെ താണ്ടി അടുത്ത ഒരു ഘട്ടം വരുമ്പോൾ, ഒരു റൂബിയും സ്റ്റാർ റൂബിയും എന്താണ് സഫയർ ഒക്കെ ആയിട്ട് വരുമ്പോൾ അടുത്ത ഒരു ഘട്ടമാണ് മോട്ടിവേഷൻ. പിന്നെ മോട്ടിവേഷൻ മതി. ഏഴാമത്തെ ഘട്ടം മോട്ടിവേഷൻ. മൂർത്തി സാറ്, നമ്മൾ നടക്കുന്ന ഒരു പ്രോഗ്രാമിൽ മൂർത്തി സാർ ഔചാരികമായിട്ട് വന്നു. അവിടെ 8 മണിക്കൂറുള്ള ക്ലാസ്സിൽ മൂർത്തി സാർ അരമണിക്കൂർ സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ 10 മണിക്കൂർ സംസാരിച്ചാൽ മതി. മൂർത്തി സാറിനെ കാണുന്നത് തന്നെ നമുക്കൊരു മോട്ടിവേഷനാണ്. കാരണം അവിടെ ഇതുവരെ ആ നേരം കേൾക്കാത്ത ആളുകൾ മൂർത്തി സാറിനെ വന്ന് 2 വാക്കുകൾ കേട്ടപ്പോൾ നമ്മൾ എനർജിയായി. സുരേന്ദ്ര ഭട്ട് സാറ് ഇവിടെ രാവിലെ 11 മണിക്കുള്ള ഫ്ലൈറ്റിന് വരുന്നു. അദ്ദേഹം 12 മണി വരെ ക്ലാസ് എടുക്കുന്നു, 1 മണിക്കൂർ. മാസില് സുരേന്ദ്ര ഭട്ട് സാർ ആരെങ്കിലും വീട്ടിൽ ഹോം മീറ്റിങ്ങിന് വന്നിട്ടുണ്ടാ? ഉണ്ടെങ്കിൽ പറയണം. സുരേന്ദ്ര ഭട്ട് സാർ ആരെ വീട്ടിൽ ഹോം മീറ്റിംഗ് വന്നായിട്ടില്ല, എന്റെ അറിവിലില്ല ഇവിടെ ഇപ്പോ. എന്താ കാരണം? അദ്ദേഹത്തിന് ഇപ്പോ ഹോം മീറ്റിംഗ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ ടീം ഡെവലപ്പായി, അദ്ദേഹം അതിൽ വിജയിച്ച് തെളിയിച്ചു കാണിച്ചു. പിന്നെ വെറും മോട്ടിവേഷൻ മതി, അദ്ദേഹത്തിനെ കണ്ടാ മതി, അദ്ദേഹത്തിന്റെ ഒരു തട്ടല് മതി, അദ്ദേഹത്തിന്റെ ഒരു ഷെയ്ക്കിന്റെ മതി, അദ്ദേഹത്തിന്റെ കൂടെ ഒരു സെൽഫി മതി, അദ്ദേഹത്തിന്റെ 2 വാക്കുകൾ മതി. നമ്മൾ രാജ് സാറിനൊക്കെ കണ്ടിട്ടില്ലേ? രാജ് സാറൊക്കെ വേദിയിൽ കയറിയിട്ട് എല്ലാവർക്കും ഒരു വ്യായാമം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആളുകളെ ഒന്ന് എണിപ്പിച്ച് നിർത്തി രാജൻ സാർ തുള്ളി തുടങ്ങിയാൽ 75, 80, 90 വയസ്സുള്ള വല്യമ്മ പോലും തുള്ളും. എന്താ കാരണം? രാജൻ സാറ് ഈ ഒരു ബിസിനസ്സിൽ അദ്ദേഹത്തിന്റെ മികവ് തെളിയിച്ച ആളാണ്. അദ്ദേഹം വിജയിച്ചു മുന്നേറി നിൽക്കുന്ന ഒരാളാണ്. ഒരു ബിഗിനർ സ്റ്റാർട്ടറും കയറിയിട്ട് നിങ്ങൾ എല്ലാവരും തുള്ളണം എന്ന് പറഞ്ഞാൽ, ഒരു ഓപ്പണർ കയറിയിട്ട് നിങ്ങൾ എല്ലാവരും തുള്ളണം എന്ന് പറഞ്ഞാൽ തുള്ളുവോ? എത്ര പേര് തുള്ളും? എല്ലാവരും തുള്ളില്ല. അതുകൊണ്ട് നമ്മളുടെ മികവ് കാണിച്ച് നമ്മൾ ആ ഒരു മേഖലയിൽ വിജയിക്കുന്നത് കാണുമ്പോഴാണ് പിന്നെ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ ചെറിയൊരു മോട്ടിവേഷൻ കൊടുത്താൽ ബിസിനസ് പറക്കും. അങ്ങനെ 7 ഘട്ടത്തിലൂടെയാണ് ഈ ബിസിനസ് വളരുന്നത്. ഒന്നാമത്തെ ഘട്ടം, നമ്മൾ ജോയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ ആളെ കിട്ടുന്നില്ല. ആളെ കിട്ടുന്നതിനുള്ള സൊല്യൂഷൻ ആണ് മേക്ക് എ ലിസ്റ്റ്. ലിസ്റ്റ് കുറയാൻ പാടില്ല, കൂടിക്കൊണ്ടിരിക്കണം. ആ കൂടിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് നമുക്ക് ആളുകളിലേക്ക് പോകാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ്, അപ്പോൾ ആളെ കിട്ടുന്നുണ്ട്. ഇത് ചെയ്ത് കഴിയുമ്പോൾ ആളെ കിട്ടുന്നുണ്ട്. ആളെ കിട്ടാൻ ഇപ്പൊ പറഞ്ഞില്ല, പക്ഷെ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. പറഞ്ഞിട്ട് കേൾക്കാത്തതിന്റെ കാരണം ആർക്കും എന്താന്ന് മനസ്സിലാക്കില്ല. അപ്പൊ ഷോ ദി പ്ലാൻ പറഞ്ഞു കൊടുക്കണം, ഇരുത്തി പറഞ്ഞു കൊടുക്കണം. ഷോ ദി പ്ലാൻ അവർക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്ത പ്രശ്നമാണ്. മൂന്നാമത്തെ പ്രശ്നമാണ്. നാലാമത്തെ പ്രശ്നമാണ്, ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ചെയ്യാൻ ആഗ്രഹിക്കാത്ത എന്താ കാരണം? അവർക്ക് ഏതോ തരത്തിലുള്ള ഡൗട്ട് അവരെ മനസ്സിലുണ്ടാവും. മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടോ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ കേട്ടിട്ടോ അവർക്ക് നെഗറ്റിവിറ്റി ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞിട്ട് കേൾക്കാൻ ചെയ്യാൻ ആഗ്രഹിക്കാത്തത്. അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുത്താൽ, ആ ഡൗട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ അവരെ ഫോളോ അപ്പ് ചെയ്യണം, അവരായിട്ട് സമ്പർക്കം ഉണ്ടാവണം. എന്നാലാണ് അവരെ മനസ്സിലുള്ളത് എന്താണെന്ന് നമുക്ക് ബോധ്യപ്പെടുള്ളൂ. അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ എന്തുണ്ടാവും? അവരുടെ ഡൗട്ട് ക്ലിയർ ആവും. ആ ഡൗട്ട് ക്ലിയർ ആവുമ്പോൾ ഇപ്പോൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ബിസിനസ് വരുന്നില്ല. അടുത്ത പ്രശ്നമാണ് ബിസിനസ് വരുന്നില്ല. ബിസിനസ് വരാത്തതിന്റെ കാരണം പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നില്ല, ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നില്ല. ഇത് 2 അറ്റൻഡ് ചെയ്താലാണ് ബിസിനസ് കൊണ്ടുവരാൻ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ പ്രോഗ്രാമും ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ ഇപ്പോൾ നന്നായിട്ട് ബിസിനസ് വരുന്നുണ്ട്. പിന്നെയാണ് ബിസിനസ് അങ്ങോട്ട് മുന്നേറ്റില്ല, അങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുക. ആ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നതിന്റെ കാരണമാണ് ലീഡേഴ്സിനെ വളർത്തുന്നില്ല. ലീഡേഴ്സിനെ ട്രെയിൻ ചെയ്ത് ലീഡേഴ്സിനെ വളർത്തുന്നതിൽ നമ്മൾ ശ്രദ്ധയില്ല. എന്റെ ടീമിൽ എത്ര ലീഡർമാരുണ്ടോ, എന്റെ ടീമിൽ എത്ര പേര് ക്ലാസ് കൊടുക്കാനുള്ള ആളുകളുണ്ടോ, എന്റെ ടീമിൽ ഇന്ന കാര്യം പറഞ്ഞാൽ അവൻ ചെയ്യുന്ന എത്ര പേരുണ്ടോ, അത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന അടിയുറച്ചു നിൽക്കുന്ന എത്ര പേരുണ്ടോ, ആ അത്ര പേരെ കണക്കാണ് നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് കുതിക്കാനുള്ള സാധ്യത. അപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ നമ്മൾ കൊണ്ടുവരണം. ലീഡേഴ്സിന്റെ ഡ്യൂപ്ലിക്കേഷൻ കൊണ്ടുവരണം. ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നതിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. ഫോളോവേഴ്സിൽ നിന്ന് ലീഡേഴ്സിനെ തെരഞ്ഞെടുക്കണം. തത്ത ചീട്ടെടുക്കുന്ന പോലെ എടുക്കാൻ നമുക്ക് പറ്റണം. അവരെ നമ്മൾ വീണ്ടും പവർഫുൾ ലീഡേഴ്സ് ആയിട്ട്, നമ്മളേലും മിടുക്കന്മാരായുള്ള ലീഡേഴ്സ് ആയിട്ട് വളർത്തണം. പല ആളുകളുണ്ട് ചവിട്ടിപ്പിടിക്കും, ടീമിലുള്ള ആളുകളെ ചവിട്ടിപ്പിടിക്കും. എന്നേലും മുന്നോട്ട് പോകരുത്, എന്നേലും നന്നായിട്ട് ക്ലാസ് എടുക്കരുത്, എന്നേലും നന്നായിട്ട് ആ വ്യക്തി മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ. അതുകൊണ്ട് അവനെ പരമാവധി ചവിട്ടി ഒതുക്കാൻ നോക്കും. തെറ്റായ മെന്റാലിറ്റി, മണ്ടത്തരം. ഞാൻ പറയുന്നു, എന്റെ ടീമിലുള്ള ആളുകളെ ഏറ്റവും മികച്ചിട്ടുള്ള ലീഡറായിട്ട് നമ്മൾ വാർത്തെടുക്കൂ, വളർത്തിയെടുക്കൂ. നിങ്ങളുടെ ബിസിനസ് പറക്കും. ചവിട്ടി പിടിക്കുമ്പോൾ നിങ്ങളുടെ ബിസിനസ് തളരാനാണ് സാധ്യത. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഡ്യൂപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പാണ് ഇത്. നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വരും. എമറാൾഡ്, സ്റ്റാർ എമറാൾഡ്, റൂബി, സ്റ്റാർ റൂബി, സഫയർ, സ്റ്റാർ സഫയർ,
ഡയമണ്ട്, സ്റ്റാർ ഡയമണ്ട് ഇതിലേക്ക് പോവാനായിട്ട് നമ്മള് ഈ ഒരു കാര്യങ്ങൾ, പിന്നെ നമ്മൾ എവിടെങ്കിലും ചെന്ന് ഒരു മോട്ടിവേഷൻ, ഇനി ദുബായിലൊക്കെ ബിസിനസ് വരുന്ന സമയത്ത് അവിടെ ചെന്ന് ഇവിടെ 8 മണിക്കൂറും 10 മണിക്കൂറും ഒന്നും ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു സഫയർ മുത്താറൊക്കെ ചെന്നിട്ട് അവിടെ അരമണിക്കൂർ ക്ലാസ് എടുത്ത് ഇങ്ങോട്ട് പോന്നാൽ അവിടെ മോട്ടിവേഷൻ ആവും. കാരണം വിജയിച്ച ആളുകൾ അധികം പറയേണ്ട ആവശ്യമില്ല. വിജയിക്കേണ്ട മേഖലയിൽ വിജയിക്കാനാണ് നമ്മൾ ഓപ്പണർ ആൻഡ് അബവ് നിൽക്കുന്ന ഓരോ ലീഡേഴ്സും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ കൃത്യമായി സിസ്റ്റം പാലിക്കുക, കൃത്യമായി ലീഡേഴ്സിനെ ഫോളോ ചെയ്യുക. ലീഡർമാരുടെ ലിസ്റ്റിൽ ഞാൻ വരുന്നു എന്ന് നമ്മൾ ഉറപ്പാക്കുക. എന്റെ ടീമിലെ ആളുകളെ ലീഡേഴ്സാക്കി മാറ്റുന്നതിൽ ഞാൻ ശ്രദ്ധ കൊടുക്കുന്നു. ഞാൻ വളരാനുള്ള ഏതൊരു അവസരത്തിലും ഞാൻ ഉണ്ടാവും. എന്റെ ടീം അവിടെ പോകും, അവിടെ വളരും എന്നുള്ള ഒരു ഉറച്ച തീരുമാനം, അടിയുറച്ച്. പ്രശ്നങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, കളിയാക്കൽ വരും, പുച്ഛിക്കൽ വരും. അതിനൊക്കെ ചവിട്ടിത്തെറിപ്പിച്ച് നമ്മൾ മുന്നേറാൻ ഉള്ള ആത്മവിശ്വാസവും ധൈര്യവും നമ്മൾ കാണിച്ചാൽ ആർസിം ബിസിനസിനെ പോലുള്ള സുന്ദരമായ ഒരു ബിസിനസ് ഇന്ന് ലോകത്തിൽ ഉണ്ടാവില്ല. ഇത്രയും നല്ലൊരു ബിസിനസ് കയ്യിൽ കിട്ടിയിട്ട് ഇനിയും നമ്മൾ വെറുതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നമ്മുടെ മക്കള് നമ്മളോട് പൊറുക്കില്ല, നമ്മുടെ അടുത്ത തലമുറ പൊറുക്കില്ല, ഈ സമൂഹത്തിലെ ഓരോ കഷ്ടത അനുഭവിക്കുന്ന ഓരോ കുടുംബക്കാര് നമ്മളോട് പൊറുക്കില്ല. കാരണം നമ്മളോട് ഇന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മളെ തള്ളി പറയുന്നുണ്ടാവും, നോ പ്രോബ്ലം. പക്ഷെ നമ്മുടെ കൂടെ നിൽക്കാൻ തയ്യാറുള്ള അനേകം ആളുകൾ നമ്മുടെ കൂടെ വരും. അവരെ കൂട്ടിയിണക്കി നമ്മൾ വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ ഇന്ന് പുച്ഛിച്ച് തള്ളിയവരും, ഇന്ന് കളിയാക്കിയവരും, ഇന്ന് ആർസിമിലൂടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ നാളെ ഉറുമ്പ് ചാലിട്ട പോലെ നമ്മുടെ പിന്നിൽ അണിനിരക്കും എന്നതിൽ ഒരു സംശയമില്ല. കാരണം ഇത് വേൾഡ് വൈഡ് ആവാൻ പോവുകയാണ്. ഇനിയും നമ്മൾ ഒരുങ്ങിയില്ലെങ്കിൽ, ഇനിയും നമ്മുടെ ടീമംഗങ്ങളെ നമ്മൾ ഒരുക്കിയില്ലെങ്കിൽ ഞാൻ പറയുന്നു ഈ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരാജയമായിട്ട് മാറും നമ്മൾ ഓരോരുത്തരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിജയിക്കാനുള്ള ഓരോ അവസരങ്ങളും, ഇത്രയും നല്ലൊരു അവസരം നമ്മുടെ മുന്നിൽ ഇനി വേറെ കിട്ടില്ല. ഇതൊരു അവസാന വണ്ടിയാണെന്ന് മനസ്സിലാക്കി ഓരോരുത്തരും അവരുടെ ആർസിമിലുള്ള പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നേറാൻ ഓരോ വ്യക്തികൾക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. DRCM, ഗുഡ് RCM. താങ്ക് യു സാർ.